നമ്മുടെ ആരും ഇപ്പോഴത്തെ തലമുറ അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. നല്ലൊരു പാട്ടുകാരൻ, നമ്മൾ വിസ്മരിച്ചു പോയൊരു ഗായകനായിരുന്നു എം വസന്തകുമാർ. പീർ മുഹമ്മദിൻ്റെ കൂടെയും പീർ മുഹമ്മദിൻ്റെ ട്രൂപ്പിലും എരഞ്ഞോളി മൂസക്കാൻ്റെ ട്രൂപ്പിലും വി എം കുട്ടിയുടെ ട്രൂപ്പിലും അസീസ് താനീരുടെ ട്രൂപ്പിലൊക്കെ എം പി മുറട്ടിക്കാരൻ്റെ ഒപ്പം ഒക്കെ ഉണ്ടായിരുന്ന ഒരു നല്ല ഗായകൻ. മാപ്പിളപ്പാട്ടും മറ്റ് ലളിത സിനിമാ ഗാനങ്ങളൊക്കെ പാടുന്ന എം വസന്തകുമാർ, അദ്ദേഹത്തിനാണ് ഇപ്രാവശ്യം 15ാമത് വഹാബ് സാഹിബിൻ്റെ അവാർഡ് ദാനം നൽകുന്നത്. അദ്ദേഹത്തെ ആർദ്രപൂർവ്വം ഞാൻ മാപ്പിള കലാകേന്ദ്രത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന, അവശതകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ നാടക സിനിമ നടി കൂടിയായ ആയിഷ താത്ത നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് പ്രൊഫസർ എ പി സുബൈർ മാഷ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. മാപ്പിള കലാകേന്ദ്രത്തിൻ്റെ മാപ്പിള കലാ അക്കാദമിയുടെ കേരള മാപ്പിള കലാ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ്, നല്ലൊരു നടൻ, മാപ്പിള കലയുമായി നല്ല ബന്ധമുള്ള ആർ കെ പൂവത്തിങ്കൽ, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം വഹാബ് അനുസ്മരണ ഭാഷണം നടത്തും. അദ്ദേഹത്തിന് ഹാർദമായി. പിന്നെ നമ്മുടെ എല്ലാമെല്ലാമായ എഴുത്തുകാരൻ, നാടക സിനിമ നടി ശ്രീമതി നിലമ്പൂർ ആയിഷ ആണ്. സ്വന്തം നാട്ടിൽ നിന്ന് ഇത്രയും ദൂരെ തലശ്ശേരിയിലേക്ക് റോഡ് യാത്ര ചെയ്ത് എത്തിയത് ആയിഷത്താത്തയുടെ 89ാമത്തെ വയസ്സിലാണ്. 89 വയസ്സിലും നമ്മളെക്കാളെല്ലാം ഊർജം, ആ ഊർജം നമ്മളിലേക്ക് പകർന്നു തരികയും ചെയ്യുന്ന, ഇനിയും ജീവിതം ബാക്കിയുണ്ട്, ഇനിയും അഭിനയിക്കാൻ തയ്യാറാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന മനസ്സിൻ്റെ, ആ ശരീരത്തിൻ്റെ ഉടമയായ നിലമ്പൂർ ആയിഷത്താത്തയെ എങ്ങനെയെല്ലാം ബഹുമാനിക്കണമെന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയാണ്. ഒരു ഇതിഹാസമാണ്. ഇതിഹാസം എന്ന് പറയുമ്പോൾ നേരത്തെ ഗഫൂർ സാഹിബ് പറഞ്ഞു, ചരിത്രമാണ്. കലയുടെയും നാടകത്തിൻ്റെയും ഒരു സാമൂഹിക പശ്ചാത്തലത്തിൻ്റെയും ഒക്കെ അതിലൂടെ വിപ്ലവം നയിച്ച ഒരു വനിത, അതും ഒരു മുസ്ലിം വനിത. ആ കാലത്ത് പുറത്തിറങ്ങാൻ പോലും അനുവാദമില്ലാത്ത ഒരു സമൂഹത്തിൽ നിന്നാണ് നിലമ്പൂർ ആയിഷ നാടകരംഗത്തേക്ക് വന്നത്, പിന്നീട് സിനിമാ രംഗത്തേക്ക് വന്നത്. അത് ഒരു മാറ്റം ആയിരുന്നു, വിപ്ലവമായിരുന്നു. അത് ഇന്നത്തെ കാലത്ത് നമുക്ക് ആലോചിക്കാൻ പോലും നമുക്ക് ഒരുപക്ഷെ അങ്ങനെയൊക്കെ എതിർപ്പുണ്ടാകുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാലത്ത് എല്ലാ എതിർപ്പുകളെയും തൃണവൽക്കരിച്ചുകൊണ്ട് തൻ്റെ സ്വത്വം, തൻ്റെ നാടക തനിമ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു പെൺ ഊർജമാണ് ഇന്നും ആയിഷത്താത്ത. അങ്ങനെയുള്ള ഒരു ആയിഷത്താത്തയാണ്. എനിക്ക് സംശയമുണ്ടായിരുന്നു, ഈ വയസ്സാൻ കാലത്ത്, ഈ വയസ്സാൻ കാലം എന്ന് അവരെ ഇപ്പൊ കണ്ടപ്പോ അത് മാറ്റേണ്ടി വന്നു. വയസ്സാൻ കാലം ഒന്നുമല്ല. ഇപ്പൊ വയസ്സിനെ പറ്റി പറയുമ്പോ ഒരു 80 വയസ്സ് നിൽക്കുന്ന ഞാൻ 89 വയസ്സുകാരിയെ കണ്ടപ്പോൾ ഞാനും അങ്ങനെയൊക്കെ ഇനിയും കുറെ കാലം ജീവിക്കാം. അത് അത്തരത്തില് ഒരു മനസ്സും അത്തരത്തിലുള്ള ഒരു ധൈര്യവും ഒക്കെ ഉണ്ടായെങ്കിൽ, ധൈര്യം പിടിച്ചു നിൽക്കലാണ്. ആ പിടിച്ചു നിൽക്കലിലാണ്. അങ്ങനെ ഒരു വളരെ വൈകിയാണ് അംഗീകാരങ്ങളൊക്കെ വന്നത്. എനിക്ക് തോന്നുന്നത് സാഹിത്യ സംഗീത അക്കാദമി
ഒരു അവാർഡ് കൊടുത്ത് 2002 മറ്റോ. അതിനുശേഷം SL പുരം അവാർഡ് കൊടുത്തതും പിന്നീടാണ്. അവർ അംഗീകരിക്കാൻ തുടങ്ങിയത് തന്നെ തൊട്ടടുത്ത കാലത്താണ്. അവരഭിനയിച്ച സിനിമയിലുള്ള നായകന്മാരൊക്കെ മരിച്ചു കഴിയും. കുറച്ചുപേരെ കണ്ടം വെച്ച കൂട്ടരും കുട്ടിക്കുപ്പായത്തിലുമൊക്കെ ഞങ്ങളവിടെ റൂമിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. അവരൊക്കെ ആളുകൾ വളരെ കുറഞ്ഞു പോയ അങ്ങനെ അവശേഷിക്കുന്ന ആ അവശേഷിപ്പ് ചെറിയൊരു കാര്യമൊന്നുമല്ല. ജീവിതത്തിൽ തന്നെ അവശേഷിക്കുക എന്നുള്ളത് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഓർമ്മയ്ക്കും നമ്മുടെ ശരീരത്തിനും ഒരു ജോലി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആളുകൾക്ക് സ്മൃതിനാശം ഉണ്ടാവുന്നത്. ഒന്നും ചെയ്യാനില്ലാത്തവർക്കാണ് സ്മൃതിനാശം ഉണ്ടാവുക. ചെയ്യാനുള്ളവർക്ക് ഓർമ്മിക്കാൻ ആ ഓർമ്മ സദാ നിലനിർത്തിക്കൊണ്ട് ആർക്കെ പോലുള്ള ആളുകളിലേക്ക് പകർന്നു കൊടുത്ത് ആ ഊർജത്തെ എല്ലായിടത്തും വിതരണം ചെയ്യുന്ന ഒരു അഭിനേത്രിയുടെ മഹത്തായ ഒരു ജൈത്ര യാത്രയായിരുന്നു അത്. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അധ്യക്ഷ പ്രസംഗത്തിൽ ഇത്രയും പറഞ്ഞ് ഒന്നാമത് പാടിയും രണ്ടാമത് പാടിയും ബർമന് ഇതാക്കിയില്ല. സായില്ലേ റഫി സാഹിബ് ക്യാവുക. അപ്പോഴാണ് റഫി സാഹിബ് പറയുന്നത്, പറയും ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അർത്ഥം വിശദീകരിച്ചു കൊടുത്തു. പിന്നെ ഒരു ടേക്കേ വേണ്ടിയുള്ളൂ. പാട്ടിൻ്റെ അർത്ഥം അറിയാതെ പാട്ട് പാടരുത്. അതാണ് നേരത്തെ ഗഫൂർ സാഹിബ് പാട്ടിൻ്റെ അർത്ഥമല്ല, പാട്ടിൻ്റെ താളവും പാട്ടിൻ്റെ രാഗവും ഇതൊക്കെ എന്തൊക്കെ സംഗതികളാണ്, എവിടെയൊക്കെയാണ് സംഗതികളൊക്കെ വേണം എന്നിത്യാദി കാര്യങ്ങൾ. ഇത് ഞാൻ പറയുന്നത് നമ്മൾ ഓർക്കുന്നത് ഓ ആബു സാഹിബിനെ കുറിച്ചാണ്. ആബു സാഹിബാണ് ഈ മാപ്പിള സാഹിത്യത്തിനും മാപ്പിള പാട്ടുകൾക്കും അതിൻ്റെ താളങ്ങളെക്കുറിച്ചും അതിൻ്റെ രാഗങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ ആധികാരികമായി ഗവേഷണപരമായി പഠിച്ച് അങ്ങനെ മാപ്പിളപ്പാട്ട് മാപ്പിള കലകൾ ഗൃഹാന്തരീക്ഷങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൊടുന്ന ഒരു സംഗതിയാണ്. സ്ത്രീകളുടെ ഇടയിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു കാലത്ത് നിന്ന് അതിനെ മെല്ലെ മെല്ലെ ആകാശവാണിയുടെ രംഗങ്ങളിലൂടെയും മറ്റ് പല രംഗങ്ങളിലൂടെയും അതിനെ പുനർജീവിപ്പിച്ച ഒരു വ്യക്തിയാണ്. അതേ സമയത്ത് തന്നെ ഒന്നിനോടും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഒരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. ദാരിദ്ര്യത്തിൽ ജീവിച്ചതാണ്. പക്ഷെ ആ ദാരിദ്ര്യം കൊണ്ട് ആർക്കും അദ്ദേഹത്തെ വിലക്ക് വാങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ ചെറുപ്പത്തിൽ ബാലനായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പോകാറുണ്ട്. ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്താണ് ടൗൺ ഹാളിൽ നടക്കുന്ന ഒരു മാപ്പിളപ്പാട്ട് മത്സരം. ആദ്യത്തെ ഇനം ഒപ്പനയാണ്. ആബു സാഹിബാണ് വിധികർത്താവ്. അവിടെ ഇരിക്കുന്നിടത്ത് ഒപ്പനയിൽ പെൺകുട്ടികൾ വന്ന് പുതിയ രീതിയിലുള്ള ഒപ്പന തുടങ്ങുകയാണ്. ഈ ഒപ്പന ഡാൻസ് ഉണ്ട്. അബു സാഹിബ് എഴുന്നേറ്റ് ഞാൻ പുറത്തേക്ക് എന്നോട് പറഞ്ഞു, വാ പോവാം. അച്ഛൻ പറഞ്ഞു, സാറേ നിങ്ങൾ അബു സാഹിബ് എന്താ എവിടെ പോകുന്നത്? ഇത് ഒപ്പനയല്ലുള്ളൂ. ഇത് ഒപ്പനയല്ല. ഒപ്പന പാട്ടാണ്, ഒപ്പന രാഗമാണ്, ഡാൻസ് അല്ല. അപ്പൊ അതിനോട് കോംപ്രമൈസ്. ഇപ്പൊ ഡാൻസ് ഇപ്പോഴുള്ള ഒപ്പന വേണോ പഴയ ഒപ്പന വേണോ എന്നുള്ള താളം വേണമെന്നുള്ള വേറെ കാര്യമാണ്. ഇപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, അബുസാഹിബിനോട് പറഞ്ഞു, കാണാൻ നല്ല രസമില്ലേ, നല്ല സുന്ദരികളായ പെൺകുട്ടികൾ ആടുന്നത് നല്ല രസം, പോടാ പെങ്കോണ്ടാന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ ആ രീതിയിലുള്ള ഒപ്പന തന്നെയാണ് എനിക്കും ഇഷ്ടം. പക്ഷെ അദ്ദേഹം അതിനൊന്നും കോംപ്രമൈസ് ചെയ്യാതെ മാപ്പിള സാഹിത്യത്തിന് ഒരു ചരിത്രം എഴുതിയ ഒരാൾ. അദ്ദേഹം കവിയായിരുന്നു, ഗവേഷകനായിരുന്നു, ഖാദികനായിരുന്നു, നാടകകൃത്തായിരുന്നു, നോവലിസ്റ്റായിരുന്നു, അതിനു പുറമെ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. അങ്ങനെ ഒരാളെയാണ് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എപ്പോഴും പിന്തള്ളപ്പെട്ട ഒരാളാണ്, അംഗീകാരം കിട്ടാതെ പോയ ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവാർഡിന് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ വലിയ അംഗീകാരം കിട്ടാത്ത കലാകാരന്മാരെ തേടി അവർക്ക് വേണ്ടി
അംഗീകാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാന്യയായ ശ്രീമതി നിലമ്പൂർ ആയിഷത്താത്ത വളരെ ദൂരം താണ്ടിയാണ് വന്നിരിക്കുന്നത്. അത് അവരെ കേട്ടാൽ തന്നെ ഒരുപാട് ചരിത്രം പറയാനുള്ളൊരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് ഞാൻ ബഹുമാനപൂർവ്വം ശ്രീമതി നിലമ്പൂർ ആയിഷത്താത്തയെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചു. ആളുകൾ ഇവിടെ കൂടി എന്നുള്ളത് വളരെ അതിശയകരമായ ഒരു സംഭവം തന്നെയാണ്. കാരണം ഒരു ആളെ അനുസ്മരിക്കുകയാണ്. ആ അനുസ്മരണത്തിൽ പലരും പങ്കെടുക്കാറില്ല, പല ആളുകളും. പക്ഷേ ഇവിടെ ഒരു ജനക്കൂട്ടം തന്നെ ഉണ്ട്. നല്ല ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിലാണ് പങ്കെടുക്കാൻ പറ്റിയത് എന്നുള്ളതിൽ വളരെ സന്തോഷം. പവിത്രമായ ഈ ഭാരതത്തിൽ ജന്മം കൊണ്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു. പക്ഷേ നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ വിധേയത്വത്തിൽ ഞാൻ അങ്ങേയറ്റം ദുഃഖിക്കുന്നു. തപിക്കുന്ന മനുഷ്യരുടെ ചോര വീണ് കുതിർന്ന ഈ യുഗത്തിന്റെ പൊട്ടിച്ചിരിയും നൊമ്പരവും സ്വയം ഏറ്റെടുത്ത് ജീവിച്ചവളാണ് ഞാൻ. നമ്മുടെ ഭാരതത്തിന്റെ ആത്മാവുറങ്ങുന്ന ഗ്രാമങ്ങൾ പോലും നമുക്ക് നന്യമായി കൊണ്ടിരിക്കുകയാണ്. 6 പതിറ്റാണ്ട് മുൻപ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അസംഘടിതരാക്കിയിരുന്ന കേരളീയ ജനതയെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും വളർന്നു വരുന്ന യുവ കുട്ടികളെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനുമായിരുന്നു ആ കാലഘട്ടത്തിൽ നാടകത്തിലൂടെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു പറ്റം ആളുകൾ ഒരുപാട് ഉപദ്രവം, അടിയും മിടിയും വെടിയും ഒക്കെ ഏറ്റിട്ടും അതിൽ നിന്നൊക്കെ പിന്മാറാതെ വീണ്ടും 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 നാടകമാണ് മനുഷ്യനെ നന്നാക്കണേ ഒരു പ്രക്രിയ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ അതൊന്നും മാറ്റിയിട്ടില്ല. പക്ഷെ നാടകം അഭിനയിക്കാറില്ല. അത് കുറച്ച് വയസ്സായതുകൊണ്ട് എൻ്റെ കാലിലൊക്കെ എൻ്റെ ശേഷിയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും കളിക്കും നാടകം. എനിക്ക് നാടകത്തിനോട് അത്ര അധികം സന്തോഷമുണ്ട്. അത് കല എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തനം കൊണ്ട് നമ്മളുടെ ഈ കണ്ണൂർ ഭാഗത്തേക്ക് വന്നാൽ സ്നേഹിക്കുന്ന മനുഷ്യരെ കാണാൻ കഴിയുള്ളൂ. എല്ലാവരോടും സൗമ്യമായി പെരുമാറുക, അതേപോലെ തന്നെ എല്ലാ ആളുകളെയും ബഹുമാനിക്കുക. ആ ബഹുമാനം കിട്ടുന്നത് ഇവിടുന്നാണ്. അത് ഒരു മറ്റായ ഒരു കാര്യമാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇവിടെ നിന്നാണ് നമ്മളുടെയൊക്കെ തുടക്കം വരുന്നത്. ഞാൻ നിലമ്പൂരാണ് ജനിച്ചതെങ്കിലും ജലമ്പൂരിൽ നിന്നാണ് ഞാനിതൊക്കെ പഠിച്ചതെങ്കിലും EKMU ഉണ്ടായിരുന്നു. ഞങ്ങളുടെ EKMU എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ നാടകത്തിലാണ് ഞാൻ ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അന്നാണ് ഞാൻ പല ഉപദ്രവങ്ങളും കൂടി സഹിച്ചിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് സംരക്ഷണം ചെയ്തിരുന്ന ഈ ഭാഗത്തേക്ക് വരുമ്പോഴാണ് അവിടെ ഞങ്ങൾക്ക് പിന്തുണയായിട്ട് ആളുകളുണ്ടാവും. അല്ലാത്ത സ്ഥലത്ത് ഒരുപാട് സ്ഥലത്ത് എറിഞ്ഞ് തലപൊട്ടി വായിലൂടെ രക്തം ഒലിക്കുമ്പോൾ പോലും ഞാൻ എന്നെ അർപ്പിച്ചിട്ടുള്ള കഥാപാത്രത്തെ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അതെന്തായിരുന്നു? അത് ആ ശക്തിയായിരുന്നു, കലയുടെ ആ ഒരു ശക്തിയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ നിന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നും വേണ്ടത് എന്താണ്? നമ്മളുടെ വളർന്നു വരുന്ന ചെറിയ കുട്ടികളെ 1, 2 എന്ന് എണ്ണാൻ പഠിച്ചാൽ, അതുപോലെ തന്നെ റാര എന്ന് പഠിച്ചാൽ അവിടുന്ന് തുടങ്ങണം നമ്മളുടെ കുട്ടികളോട് ഇത് പറഞ്ഞു കൊടുക്കാൻ. മനുഷ്യരെ സ്നേഹിക്കാനും അതോടൊപ്പം തന്നെ കലയെ സ്നേഹിക്കാനും കലയിലൂടെ മനുഷ്യനെ നന്നാക്കാനും ഇത് പറഞ്ഞു കൊടുത്താൽ ആ കുട്ടികൾക്ക് മനസ്സിലാവും. ഇന്നത്തെ ചെറിയ ചെറിയ കുട്ടികൾ ചില ഭാഗങ്ങളിൽ അവർ ചെയ്യുന്ന ഓരോരോ വേല കണ്ടാൽ, അവർ ചെയ്യുന്ന ഓരോരോ സംഭവങ്ങൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അച്ഛനും അമ്മയും അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള അതിൻ്റെ ആ ഒരു പ്രാധാന്യം, ആ പ്രാധാന്യം കൊണ്ടാണ് അവരതൊക്കെ പഠിച്ചുണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് വെറും പുസ്തകപ്പുഴുക്കളായിട്ട് ഇരുന്നാൽ മാത്രം പോരാ. നമുക്ക് ലോകം എന്താണെന്ന് അറിയണം. നമ്മളുടെ നാട് എന്ത് ചെയ്യുന്നു നമുക്ക് വേണ്ടി, നമ്മളുടെ നാട് എവിടെ നിൽക്കുന്നു, എന്ത് ചെയ്യുന്നു, ഇതൊക്കെ അന്വേഷിക്കാൻ ചെറുപ്പം മുതൽ നമ്മൾ പഠിപ്പിക്കണം കുട്ടികളെ. ആ കുട്ടികൾക്ക് മനസ്സിലാകണം എന്താണ് കല, എന്താണ് മനുഷ്യൻ, മനുഷ്യൻ എന്ന് പറഞ്ഞാലുള്ള വാക്കിന് അർത്ഥം എന്താ. ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചാൽ കുട്ടികൾക്ക് അത് മനസ്സിലാവും. ഇന്നത്തെ ചെറിയ ചെറിയ കുട്ടികൾ നമ്മളോട് പലതും ഇങ്ങോട്ട് ചോദിക്കുന്നു. ഓരോ ചോദ്യങ്ങൾ അവരിങ്ങോട്ട് ചോദിക്കുമ്പോൾ നമ്മൾ അന്ധരായി നിൽക്കുകയാണ്, പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ. അത് ആവരുത്, അങ്ങനെ ആയിപ്പോകരുത്.
നമ്മൾ ശ്രദ്ധയോടുകൂടെ നമ്മളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ പഠിപ്പിക്കുക, അവരെ എന്താണ് വൃത്തിയും വെടിപ്പും അതാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. നമ്മൾ അതേപോലെ മനുഷ്യരെ വയസ്സായ ആളുകളോട് എങ്ങനെ പെരുമാറണം ഇതൊക്കെ പഠിപ്പിച്ചാൽ നമ്മളുടെ കുട്ടികൾ നല്ല കുട്ടികളായിട്ട് വരും. അവരുടെ കയ്യിലാണ് ഇനി നമ്മൾക്ക് ഭരണം കിടക്കുന്നത്. അത് ഉറപ്പാണെന്നുള്ളത് ഉറപ്പാണ് എനിക്ക്. കാരണം അത്രക്ക് നമ്മളുടെ കുട്ടികൾ നല്ല നല്ല കുട്ടികളായിട്ട് വളർന്നു വരുന്നുണ്ട്. അവരെ വഴി തെറ്റിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളുടെ കണ്ണിൽപ്പെട്ടാൽ അല്ലെങ്കിൽ നമ്മളുടെ അറിവിൽപ്പെട്ടാൽ അത് നിങ്ങളൊക്കെ എല്ലാവരും കൂടി കൂടിയിട്ട് നമ്മൾക്കത് അടിച്ചമർത്തുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെയൊക്കെ ഇത്രയും ആളുകളെ സംഭരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാൻ കഴിയും. ഒരുപാട് മനുഷ്യരെ സൃഷ്ടിക്കാൻ കഴിയും. ഓരോരുത്തരോട് പറഞ്ഞു കൊടുക്കുക, നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, നമ്മളുടെ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ പഠിപ്പിക്കേണ്ടത് ഇതാണ്. അല്ലാതെ ചെറിയ ചെറിയ കുട്ടികൾ ഇന്ന് വഴി തെറ്റിപ്പോകുന്നു. എത്രയോ കുട്ടികൾ വഴി തെറ്റിപ്പോയ കുട്ടികളെ പിടിച്ചുകൊണ്ട് കേട്ടിട്ടില്ലേ? വഴി തെറ്റിപ്പോകുന്ന പെൺകുട്ടികളെ, സ്കൂളിൽ നിന്ന് ചാടിപ്പോയ പെൺകുട്ടികളെ എത്രയോ പിടിച്ചു കൊണ്ടുവന്ന് അവരുടെ വീട്ടിലാക്കി അവരുടെ അമ്മമാരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് നിങ്ങൾ അടിക്കരുത്, നിങ്ങൾ വെറുതെ കുറ്റപ്പെടുത്തി കുട്ടികളെ അടിക്കരുത്, വെറുതെ കുറ്റപ്പെടുത്തി നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾ ഇനിയും പോകും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ ജീവിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട് അവിടെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ലോകം. ഈ ലോകത്തിലാണ് നമ്മളുടെ കുട്ടികൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾക്ക് എപ്പോഴും ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഈ കൂട്ടായ്മയിലൂടെ പറഞ്ഞത് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല കുട്ടികളെ സൃഷ്ടിക്കാൻ കഴിയും. ഇവിടെ നമ്മൾക്ക് നല്ല നാട് നമുക്ക് ഇനി വിട്ടു കൊടുക്കാൻ കഴിയില്ല. നമുക്ക് പിടിച്ചടക്കണം. നമ്മൾക്ക് മനസ്സില്ല ഇവിടുന്ന് വിട്ടുപോകാൻ. നമ്മളുടേതാണ്, ഇത് ഞങ്ങളുടേതാണ്, ഞങ്ങൾ മറ്റൊരാൾ കൊണ്ടുവരുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള രാജ്യമല്ല എന്നുള്ള ആ വിശ്വാസം നമ്മൾ വലിയവരെ പോലെ ചെറിയ കുട്ടികളും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടുന്ന് എവിടേക്കും വിട്ടു പോകേണ്ടി വരില്ല. നമ്മളെ രാജ്യം നമ്മളത് തന്നെ. അങ്ങനെ ആയിരിക്കണം ഐക്യ കേരളം. ഈ ഐക്യ കേരളത്തിൽ ഒരുത്തരും കടന്ന് അതിക്രമിക്കരുത്. അതിനുള്ള എല്ലാ ജോലികളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ ഈ കയ്യുകാലും ഇല്ലെങ്കിലും ഇപ്പോഴും ഞാനൊക്കെ അങ്ങോട്ട് എറണാകുളത്തേക്ക് അങ്ങോട്ടൊക്കെ ഓടും. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വാക്കേ നമുക്ക് പറയാൻ കഴിയുള്ളൂ എങ്കിൽ ആ ഒരു വാക്ക് അവിടെ പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് ചെയ്യാം. എൻ്റെ കൂടെ എൻ്റെ ഒരു സഹജീവി കൂടിയുണ്ട്. ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ മിക്ക ഭാഗത്തും പിടിച്ചുകൊണ്ടുപോകും ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു എനിക്കൊരാളെ സഹായം ആവശ്യമുള്ളപ്പോൾ അതുകൊണ്ട് ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ അങ്ങനെ കുട്ടികളെ വരാനുണ്ടാവില്ല. അങ്ങനെ കുടുംബത്തിലെ എല്ലാ ആളുകളും എന്റെ കുടുംബമൊക്കെ അത് തന്നെയാണ്. അതിന്റെ യാതൊരു വ്യത്യാസമില്ല. അതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ചെറിയൊരു വ്യത്യാസമുള്ള ആള്. അത് ഒരു കാര്യമല്ല, അതിന് ഞങ്ങൾ കളിയാക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മളുടെ കുട്ടികൾക്കും നമ്മളുടെ വീട്ടുകാർക്കും നമ്മളുടെ ഉമ്മമാര് എല്ലാ ആളുകൾക്കും നന്നായിരിക്കും. അതുകൊണ്ട് ഇത്രയധികം ഇനി ഞാൻ പറഞ്ഞാൽ പറഞ്ഞിട്ട് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് ഔപചാരികമായി ഇന്നത്തെ ഈ പരിപാടിയെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി. ആഴമാണ് ആ സന്ദേശത്തിലുള്ളത്. ഒരു മുദ്രാവാക്യം മുഴക്കുന്നത് പോലെ ഇരിക്കുന്നവരും എൻ്റെ തോട്ടുകാരടക്കം ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഉമ്മർകുട്ടി സാഹിബിന്റെ മോനും ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. മുമ്പ് ഞാൻ കണ്ടു. കല, സാംസ്കാരിക, വിദ്യാഭ്യാസ, സാമൂഹ്യ മേഖലകളുടെ ഉന്നമനത്തിനും അതിന്റെ ഭാവിക്കും വളർച്ചയ്ക്കും വേണ്ടി പ്രയത്നിക്കുകയും യത്നിക്കുകയൊക്കെ ചെയ്യുന്ന നേതാക്കളെ, എൻ്റെ മുന്നിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായ ഒരു പ്രസംഗം ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആബു സാഹിബിനെ കുറിച്ച് ഞാനിവിടെ പറയാൻ ആളല്ല. കാരണം അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള, ഒരുമിച്ച് നടന്നിട്ടുള്ള പ്രൊഫസർ സുബൈർ സാറും അതുപോലെ തന്നെ ഉസ്മാൻ വടക്കുംപാട്ടൊക്കെ ഞങ്ങൾ അക്കാദമിയിലൂടെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഇവരൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ആബു സാഹിബിനെ കുറിച്ച് ഇവിടെ വന്നിട്ട് പറയാന്ന് പറഞ്ഞാൽ ശരിയാണോ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം. ഞാൻ ദീർഘമായ ഒരു പ്രസംഗം നടത്തുന്നില്ല എന്ന് പറയാനൊരു കാരണമുണ്ട്. വണ്ടൂരിൽ
നമുക്ക് ഏവർക്കും അറിയാം മഹാകവി മോയിൻകുട്ടി വൈദ്യർ, പുലിക്കോട്ടിൽ ഹൈദർ, മുണ്ടമ്പ്ര ഉണ്ണി മുഹമ്മദ്, മഹാരഥന്മാരായ ഗാനരചയിതാക്കൾ. ഇതില് പുലിക്കോട്ടിൽ ഹൈദറിന് ഒരു സ്മാരകം പണിയണം എന്ന് സ്മാരകം പണിയുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു സ്വാഗത സംഘം രൂപീകരിച്ചു വണ്ടൂരിൽ. ഞാനും അന്നത്തെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഫറൂഖ് മൗലവിയുമാണ് ഡയസിലുണ്ടായിരുന്നത്. എന്റെ ഊഴം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ആബു സാഹിബിനെ കുറിച്ച് അറിയാം അല്ലെ? ഒരുവിധം എല്ലാവരും കേട്ടിരിക്കും. ആബു സാഹിബിനെ കുറിച്ച് അറിയാത്ത ഒരു തലമുറ വരണം എങ്കിൽ അവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരുപാട് സ്കൂളുകൾ, ഹൈസ്കൂളുകളും പാരന്റ് കോളേജുകളും ഒക്കെ ഉണ്ട്. അപ്പോ അവരെ ക്ഷണിക്കണം, ആ കുട്ടികളെ ക്ഷണിക്കണം, അവരെ മെമ്മ കൊടുത്ത്, അധ്യാപകരോട് മെമ്മ കൊടുത്ത് അവരെ ക്ഷണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് തീരുമാനമായി. അതൊരു വലിയ ഹാളിൽ വെച്ച് ആ പ്രോഗ്രാം നടക്കുകയാണ്. 429 കുട്ടികളാണ് അന്ന് അവിടെ പങ്കെടുത്തത്. ശ്രദ്ധിക്കണം, അന്ന് വേദിയിലിരിക്കുന്ന അപ്പുക്കുട്ടൻ പള്ളിക്കുന്ന്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അപ്പുക്കുട്ടൻ പള്ളിക്കുന്ന്, അതിന്റെ തൊട്ടപ്പുറത്ത് ഇദ്ദേഹം ഇപ്പൊ അടുത്ത കാലത്ത് നമ്മൾ പിരിഞ്ഞു പോയി. തൊട്ടപ്പുറത്ത് തിരുവങ്ങാടി ഇന്നത്തെ MLA നമ്മുടെ KP മജീദ് സാഹിബ്, ഫൈസൽ എല്ലറ്റിൽ, ഈസാക്ക, അതിനപ്പുറത്ത് കാനേഷ് പൂരൂര്, അതിനപ്പുറത്ത് നമ്മളെ MN കാരശ്ശേരി, അക്ബർ കക്കട്ടില്, നമ്മുടെ മഹാനടൻ മമ്മൂട്ടിയുടെ സീനിയർ വക്കീലായിരുന്ന ശ്രീ ശ്രീധരൻ നായർ, അതുപോലെ തന്നെ C കേശവൻ നായർ. അങ്ങനെ നിറഞ്ഞിരിക്കുക ഒരു നില. വണ്ടൂർ ആസാദ് ഒരു പ്രസംഗം തുടങ്ങി. അതിന് ഒരു 1.5 മണിക്കൂർ എടുത്തുണ്ടായിരുന്നു. അപ്പൊ ഒരാളെ മുന്നിൽ ഇങ്ങനെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഫാരി ഇട്ട ആൾ ഇങ്ങനെ നടക്കുന്നു. ഈ കൂട്ടിൽ വരും നടക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ, ഞാൻ ഒരു പ്രസംഗിക്കുന്ന ഇയാളെ മുന്നിൽ കൂടെ ഇങ്ങനെ വല്ലാത്തൊരു ഇടയ്ക്കിടയ്ക്ക് സ്റ്റേജിലേക്ക് നോക്കും, കുട്ടികളെ നോക്കും. എന്താ കാര്യം മനസ്സിലായില്ല. അപ്പൊ ഞാനിത് വെച്ച് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ രണ്ടാമത്തെ സീറ്റ് അവിടെ ഇങ്ങനെ ഇറങ്ങി മൂത്രമൊഴിക്കാൻ പോയി. അപ്പൊ ആ വരാന്തയിലുണ്ട് അദ്ദേഹം ഇങ്ങനെ നടക്കുന്നു. ശരിക്കും കൂട്ടിലെ പേര് നടക്കുന്ന മാതിരി കേട്ടിട്ടേ ഉള്ളൂ, കാണാൻ കഴിയും. അദ്ദേഹം ഞാൻ മൂത്രമൊഴിച്ച് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല എന്ത് പറ്റി? എടുത്ത മേക്കിനോട് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ പ്രസംഗിക്കുന്നില്ല, അവിടെ ഒരുപാട് പ്രാസംഗികരുണ്ടല്ലോ. അല്ല നിങ്ങൾക്കൊക്കെ പ്രസംഗിച്ച് പോയാൽ മതി, ഞങ്ങളാണ് ഇവിടെ അനുഭവിക്കുന്നത്. എനിക്കൊരു എത്തും പിടികിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് സംഭവം എന്ന് ചോദിച്ചു. മനസ്സിലാക്കിയപ്പോ ഈ അദ്ദേഹം തൊട്ടടുത്തൊരു ഹിന്ദി പാരന്റ് കോളേജ് നടത്തുന്ന ഒരു അധ്യാപകനാണ്, ഒരു പ്രധാന അധ്യാപകനാണ്. ഈ കുട്ടികളെ കൊണ്ടുവന്ന എങ്ങനെയാ വെച്ചാല്, നിങ്ങളൊന്ന് പോയി ഇത് നോക്കി, പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട പ്രസംഗം കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു പോവാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കുട്ടികളാണെങ്കിൽ പ്രസംഗം കേട്ട് കുറെ ആവിടുന്നു, കുറെ വിഷമിക്കുന്നു. ഇതിന് ശേഷം ഒരു ഗാനമേളയുണ്ട്, അതൊക്കെ കേൾക്കാമെന്ന് വെച്ചിട്ട് കുട്ടികൾ വന്നിരിക്കുന്നു. ഇവർക്കെന്ത് പുലിക്കോട്ടിൽ ഹൈദർ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കൊക്കെ പ്രസംഗിച്ച് പോയാൽ മതി, ഞങ്ങളാണ് അനുഭവിക്കുന്നത്. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ ഇദ്ദേഹം ഹിന്ദി കോളേജിലെ പ്രിൻസിപ്പാളാണ്. അദ്ദേഹത്തെ എടുത്ത് പിന്നെ ആ കുട്ടികൾ ചെല്ലൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ, കുട്ടികളെ പഞ്ഞിക്കിടൂലേ? അതിൽ അപ്പുക്കുട്ടൻ പള്ളിക്കുന്ന് പാവം മരിച്ചുപോയി. അദ്ദേഹം 2 മണിയായി പ്രസംഗം ഇങ്ങനെ ദുർഗിച്ചു പോന്നു. പിള്ളേരവിടെ കിടന്നിട്ട് എരിവില്ല. അതിൽ വണ്ടൂർ ആസാദിനോട്, മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിന്റെ സെക്രട്ടറി ആയിരുന്ന വണ്ടൂർ ആസാദിനോട് ആക്കെ പറ്റിച്ചല്ലോ, എന്ത് ചെയ്യും ചോദിച്ചു. അപ്പുക്കുട്ടൻ പള്ളിക്കുന്ന് പ്രസംഗം നീട്ടിക്കൊണ്ടുപോകണം, എന്താ ചെയ്യും? അപ്പോഴേക്ക് 1.5 മണിക്കൂർ പ്രസംഗം നടത്തി. ഞാനൊരു എഴുത്ത് എഴുതി കൊടുത്തു, ചുരുക്കണം, കുട്ടികളാണ് കൂടുതലും, അവർക്ക് വിശക്കുന്നുണ്ട് എന്ന് എഴുതി കൊടുത്തു. അപ്പൊ അത് അണ്ടർവാസാദ് പറഞ്ഞു, നിങ്ങൾ എഴുത്ത് കൊടുക്കുന്നത് അപ്പുക്കുട്ടൻ പള്ളിക്കുന്നിനാണ്, ശ്രദ്ധിക്കണം, നിങ്ങൾ അയാൾ വന്നിക്കിടും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഈ കുട്ടികളെ ഇതിലും വലുതൊന്നല്ല, ഞാൻ കൊണ്ടേ കൊടുക്കണം. അങ്ങനെ കൊണ്ടേ കൊടുത്ത് അദ്ദേഹം അത് പച്ചക്കങ്ങ് വായിച്ചു. ഇതാ എനിക്കൊരു കത്ത് കിട്ടിയിട്ടുണ്ട്, ഇത് പ്രസംഗം ചുരുക്കണം, വിശക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആകെ കണ്ടേക്കും. സത്യം പറഞ്ഞിട്ട് ഇത് എടുത്തിട്ടാണ് വണ്ടൂർ ആസാദിനോട് അങ്ങനെ പറഞ്ഞത്. ഏതായാലും ഈ തലശ്ശേരിയിൽ വരുമ്പോൾ, തലശ്ശേരിയിൽ ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ പ്രിയങ്കരനായ മാപ്പിള അക്കാദമിയുടെ അധ്യക്ഷൻ, ഞങ്ങളുടെയൊക്കെ ആദരണീയനായ ഈ അടുത്ത കാലത്ത് നമ്മളോട് പറഞ്ഞ PH അബ്ദുൾ മാസ്റ്റർ അനുസ്മരണം ഈ അടുത്ത കാലത്ത് ഇവിടെ സ്കൂളിൽ വെച്ചിട്ട് നടത്തിയിരുന്നു. ഞാനതിന് വന്ന് സംസാരിച്ചിട്ട് പോയി. ഇവിടെ വന്ന് ഒരുപാട് കുറച്ച് ആളുകളെ ഓർക്കാതെ പോകുന്നത് ശരിയല്ല. ഒന്ന് നമ്മുടെ മൂസാക്ക തന്നെയാണ്. മൂസാക്കായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ കല്യാണങ്ങളുണ്ടാവും. അവിടെയൊക്കെ അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട് പലരും എന്നെ കല്യാണത്തിന് വിളിക്കും. അവിടെയൊക്കെ ചെല്ലുമ്പോൾ മൂസാക്ക ഉണ്ടാവും. എന്നെ കാണുമ്പോഴേ ചിരി തുടങ്ങും. ഇങ്ങനെ വിളിച്ചൊരു ചിരിയുണ്ട്. കാരണം ഈ കല്യാണത്തിലൊക്കെ ഞങ്ങളുണ്ടാവും. കുടിയിരിക്കല്, കല്യാണം, വിടാത്തില്ല, അവിടെ പല ആൾക്കാരും വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്.
പിന്നെ ഒന്ന് നമ്മുടെ ഒരു പറഞ്ഞ എല്ലാത്തിനും അവസ്ഥയാണ് പറയുമ്പോൾ ഒരു അപ്പുട്ടി ഹാജി ഉണ്ടായിരുന്നു. ഞങ്ങളെ അവിടെ ഒരു മെഡിക്കൽ ഷോപ്പിൽ കാത്തിരിക്കും. ഞങ്ങൾ ഇതിൽ പോകുമ്പോൾ ഞാനും ഐഷാത്തി ഞങ്ങൾ പോകുമ്പോൾ ഐഷാത്തിക്ക് കുറെ ഗുളികകളും മരുന്നുകളും അല്ലേ അയൺ ടിപ്സ് ഒക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. ഒരു ഭയങ്കര ആരാധനയായിരുന്നു. അദ്ദേഹം ഒരു കുറെ നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് കേട്ടു. ഐഷാത്താര വലിയ ആരാധനയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കും. രാവിലെ പ്രാതൽ കഴിക്കും. ഉച്ചയ്ക്ക് ഭക്ഷണം എവിടെ അറിയോ? നമ്മുടെ മുസ്തഫാക്കയുടെ വീട്ടിൽ. ഇപ്പോ നമ്മളെ വെളിയിൽ ഫസിലാത്ത മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പിലാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഫംഗ്ഷൻ നടന്നത്. ഫസിലാത്ത ഞാനൊരു 4-5 വരെ വന്നിട്ടുണ്ടാവില്ല അവിടെ. ഐഷാത്തി ഞാനും സ്ഥിരമായിട്ട് അവിടെ പോയില്ല. ഉച്ചയ്ക്ക് ഊണ ചെമ്മീൻ ബിരിയാണി ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇതിനെ പാസ് ചെയ്ത് പോവാറ്. പിന്നെ ഒന്ന് നമ്മുടെ രാഘവ മാഷാണ്. രാഘവ മാഷ് ആയിട്ട് വളരെ അടുപ്പായിരുന്നു. രാഘവ മാഷ് എടുത്ത് നമ്മൾ മരിക്കുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ പോയി മീഡിയ 1 ഓപ്പൺ ചെയ്യുന്നതിന്റെ കൃത്യം 9 ദിവസം മുന്നിലാണ് ഞങ്ങൾ അവിടെ പോയത്. ഒരു 25 കലാകാരന്മാരെയും കൂട്ടി, അതും പ്രഗത്ഭരായ കലാകാരന്മാരെയും കൂട്ടി അവിടുന്ന് പാട്ട് പാടി അദ്ദേഹം പറയും എന്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു അവസരം എനിക്ക് തന്നതിന് നന്ദിയുണ്ട് മിസ്റ്റർ ആർക്കെ എന്നോട് രാഘവ മാഷ് പറഞ്ഞത്. ആയിഷ തന്നെയൊക്കെ കെട്ടിപ്പിടിച്ചിട്ടാണ് അവരൊരുപാട് കാലം വർക്ക് ചെയ്ത ആൾക്കാർ. പിന്നെ അതുപോലെ തന്നെ മുസ്തഫാഖാന്റെ ഞാൻ പറഞ്ഞു ഉസ്മാൻ വടക്കുംപാട്ട് ഞങ്ങൾക്ക് വളരെയധികം സൗഹൃദമുള്ള ആളുകളായിരുന്നു. ഏതായാലും പിന്നെ എനിക്ക് പറയാനുള്ളത് ഇന്നിവിടെ ഈ വൈകുന്നേരത്ത് ഈ വേദി ഒരു ഇതിഹാസ വനിതയുടെ പാദസ്പർശമേറ്റ് ധന്യമായിരിക്കുകയാണ്. നിലമ്പൂർ ആയിഷാത്ത കുറെയൊക്കെ സുബേർ സാറോടെ പറഞ്ഞു. അവര് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് മലയാള സിനിമയിലല്ല, ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഹിന്ദി സിനിമയിലാണ്. അങ്ങനെ ഒരുപാട് റിക്കാർഡ് ഓർമ്മയാണ് അവര്. ഹിന്ദി സിനിമയില് എൽഫൻ ക്യൂൻ അല്ലെ, എൽഫൻ ക്യൂൻ എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അത് നിങ്ങളെ ജോഡി ആരെയെന്ന് പറഞ്ഞാൽ പ്രേമാനന്ദല്ല, എന്താ ഒരു ഹിന്ദി വലിയ നടന്റെ ജോഡിയായിട്ട് അഭിനയിച്ചത്. അതിനുശേഷമാണ് കണ്ടം വെച്ച കോട്ടൊക്കെ വന്നത്. ഞാൻ ഒരുപാട് 100 കണക്കിന് യാത്രകൾ ആയിഷാത്തന്റെ കൂടെ നടത്തിയിട്ടുണ്ട്. അതിൽ നെൽമൂർ ഭാഗത്തുനിന്ന് കാടിന്റെ പശ്ചാത്തലത്തിലാണ് ഷൂട്ടിംഗ് ഇറങ്ങിയത്. ഒരുപാട് 100 കണക്കിന് യാത്രകൾ അങ്ങോളം കേരളത്തിൽ അങ്ങോളം. അതിൽ മറക്കാനാവാത്തൊരു 3 യാത്ര. ഒന്ന്, ഞങ്ങൾ രാത്രി ഗൗരിയമ്മയുടെ വീട്ടിൽ കൂടി ഒരു ദിവസം, അതും വലിയ രസമായിരുന്നു. ആ അരൂരൊരു പരിപാടി കഴിഞ്ഞ് ഗൗരിയമ്മേന്റെ വീട്ടിൽ ചെന്ന് വന്ന അവർക്ക് 94 വയസ്സാണ് അല്ലെ. ഞാൻ അവരോട് പറഞ്ഞു 94 വയസ്സായി നിൽക്കി വന്നപ്പോ അമ്മേ 94 കൊല്ലം മുമ്പ് ജനിച്ച നിങ്ങളെ കുഴപ്പം കൊണ്ടല്ലോ, അതുകൊണ്ടൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഗൗരിയമ്മേന്റെ അടുത്ത്. പക്ഷെ ആ പാർട്ടിനോടൊക്കെ ഉള്ള അവരുടെ ആ ഒരു ആവേശം കണ്ടു. രാത്രി ഞങ്ങളവിടെ ചെന്നപ്പോ ഒരു ലേഡി വാല് തുറന്നപ്പോ പറഞ്ഞു നിലമ്പൂർ ആയിഷ വന്നിട്ടുണ്ട് എന്നൊന്ന് പറയാൻ പറഞ്ഞു. അവര് വന്ന് 2 മിനിറ്റിനുള്ളിൽ വാല് വന്നിട്ട് ചോദിച്ചു, അല്ല നിലമ്പൂരിലൊരു സിനിമയിലും നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ ഉണ്ടായിരുന്നില്ലേ, എന്താ പോലെ പേര്? ഞാൻ തന്നെയാണ് ആയിഷ, നിലമ്പൂർ ആയിഷ. ഞാൻ ഓർക്കുന്നു 1969 പാർട്ടി കോൺഗ്രസ് 4ാം പാർട്ടി കോൺഗ്രസ് പങ്കെടുക്കുമ്പോൾ പിന്നെ പാലക്കാട് നടക്കുമ്പോൾ എന്റെ വോളണ്ടിയർ ആയിരുന്നു, ഞാനായിരുന്നു എന്റെ ചെയർപേഴ്സൺ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കൊണ്ടുപോയി. പിന്നെ ഞങ്ങള് ഒരു വല്ലാത്തൊരു രംഗമായിരുന്നു അവിടെ. കുറെ ഓട്ടങ്ങൾ കൊണ്ടുവരുന്നു, നല്ല വിഭവങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു, ഒരു വല്ലാത്തൊരവസ്ഥ. പിന്നെ പോയത് പിന്നെ എനിക്ക് ഓർക്കാൻ കഴിയുന്നത് നമ്മൾ മധുസാറിന്റെ അടുത്ത് ഈ അടുത്ത കാലത്തൊന്ന് പോയതാണ്. എന്റെ വിഷയം ഇതല്ലെങ്കിൽ പോലും മധുസാറിന്റെ അടുത്ത് പോയിട്ട് അത് കേൾക്കാൻ ഇമ്പുള്ളതാണല്ലോ ഈ സിനിമ സീരിയല് മാപ്പിളപ്പാട്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ. മധുസാറിന്റെ അടുത്ത് പോയിട്ട് മധുസാറ് പറഞ്ഞു, പിന്നെ ഞാനും ആയിഷയും 11ഓളം സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, ചെമ്മീൻ അടക്കം. ചെമ്മീനിൽ ജീവിച്ചിരിക്കുന്ന 2-3 കഥാപാത്രമാണ്, ഷീലയും ഐഷാത്തയും മധുസാറ് മാത്രമേ ഉള്ളൂ. അവിടുന്ന് ഞങ്ങൾ കുറെ കഥകളൊക്കെ പറഞ്ഞു. സാർ എന്നോടൊരു കഥ പറഞ്ഞു. സുബൈദ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കോഴിക്കോട് നടക്കുമ്പോഴാണ് എന്റെ വിവാഹം നിശ്ചയം. വിവാഹത്തിന് വേണ്ടി ഞാൻ സുബൈദയുടെ സെറ്റിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്നു. കല്യാണം കഴിഞ്ഞ് നേരെ ഞാൻ മദ്രാസ് സ്റ്റുഡിയോയിലേക്ക് സുബൈദയുടെ പൂർത്തിയാക്കാൻ വേണ്ടി. എന്നിട്ട് എന്റെ പുറകിൽ വടിയൊക്കെ ആയിട്ട് എന്നെ കളിയാക്കിക്കൊണ്ട് കല്യാണം കഴിഞ്ഞ് വന്നതാണ്, പുതുമണവാളനല്ലേ. എന്റെ കൂടെ ആയിഷ ഓടിയതൊക്കെ അദ്ദേഹം പറഞ്ഞു. ഭയങ്കര ഒരു ചരിത്രം. പോരാൻ നേരത്ത് അദ്ദേഹം കണ്ണിങ്ങനെ നിറയും. ഞാൻ പറഞ്ഞു, ഞങ്ങള് കെട്ടിപ്പിടിച്ചു, കുറെ ഉമ്മയൊക്കെ വെച്ചു. എന്നിട്ട് പറഞ്ഞു, സാറേ ഞങ്ങൾ വരും, ഇനിയും വരും ഞങ്ങൾ നിങ്ങളുടെ അടുത്ത്, സാറിന്റെ അടുത്ത് വന്നെങ്കിലല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വന്നു. ഐഷാത്തെന്ന് പറഞ്ഞു നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മസാറിന്റെ അടുത്ത് പോകണം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പോക്ക് ഞങ്ങൾ പോയത് ജഗദീഷ് ശ്രീകുമാറിന്റെ അടുത്ത്. അത് അതിലേറെ
വലിയ എനിക്ക് നന്നായി പരിചയമുള്ള ഒരാളായിരുന്നു. ഓരോരുത്തരെയും ചോദിച്ചു അപ്പൊ ഇതൊക്കെ ആയിഷാത്തനെ കണ്ടിട്ടറിയോ? അറിയാത്ത ആളുണ്ടെങ്കിൽ മുഖം ഒരു ആ എക്സ്പ്രഷൻ നമുക്കറിയാം. അങ്ങനെ അദ്ദേഹം തിരിച്ചു വരില്ല. അദ്ദേഹത്തിന്റെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു വെട്ട്, അത് ഈ ബെൽറ്റ് കുടുങ്ങിയാ തോന്നുന്നു, ഒരു ഇത്ര പോകുന്നൊരു ചാല് ഉള്ളിലോട്ട്. ഒന്നും സംസാരിക്കാനും കഴിയില്ല, ഇങ്ങനെ നോക്കി കണ്ണ് നിറയ്ക്കുക, ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കണ്ണ് നിറയ്ക്കുക. വല്ലാത്തൊരു അനുഭവമാണ് ആയിഷാത്ത്. പിന്നെ ആയിഷാത്തേക്ക് ഒരുപാട് റെക്കോർഡുകളുണ്ട്. നമ്മളൊക്കെ ആരാധിക്കുകയും നമ്മളൊക്കെ എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന MS ബാബുരാജ് എന്ന് പറയുന്ന ആ സംഗീത ചക്രവർത്തി ആദ്യമായിട്ട് അത് ഒരുപാട് അതെ അതും ഉണ്ടായി. അതുപോലെ തന്നെ MS ബാബുരാജ് ആദ്യമായിട്ടൊരു പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് ആയിഷാത്ത പാടിയിട്ടാണ്. നമുക്ക് ഏതായാലും 2 വരി ആയിഷാത്ത പാടിത്തരും ഇവിടെ, നല്ല ഉറപ്പുണ്ട്. അതുപോലെ അഭിനയിച്ചത് ഹിന്ദി സിനിമയാണ്. ഒരു കാര്യം ഉണ്ടായി, ഈ സുബൈദ എന്ന് പറയുന്ന പടത്തിന്റെ വർക്ക് നടക്കുമ്പോഴാണ് ചെമ്മീന്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. രാമകരിയാട്ടിന്റെ നിർബന്ധം. അങ്ങനെ ടീമായിരുന്നു. പ്രേം നസീർ, സത്യൻ, ഷീല, അംബിക, ബഹദൂർ, ബാസി, കൊട്ടാരക്കര, ഒരു ആയിഷാത്ത, ഒരു ടീമായിരുന്നു അത്. അങ്ങനെ നിർബന്ധമായിരുന്നു ചെമ്മീനിൽ ആയിഷാത്ത വേണം, നല്ലൊരു ക്യാരക്ടർ, ഒരു റോൾ കൊടുത്തു. പക്ഷെ സുബൈദയുടെ സെറ്റ് അന്നൊക്കെ ഈ കത്തിലൂടെ വേണം, കാർഡിട്ടിട്ട് വേണം ഇവരെയൊക്കെ വിളിച്ചു വരുത്താൻ ആർട്ടിസ്റ്റിനെ. ഫോണൊക്കെ ദുർലഭമല്ലേ ഉള്ളൂ. അങ്ങനെ സുബൈദയുടെ സെറ്റിൽ നിന്ന് പോകാൻ പറ്റില്ല. ഷൂട്ടിംഗ് നടക്കുമാണ് ചെമ്മീന്. ഇദ്ദേഹത്തിന് ആഗ്രഹം ആയിഷാത്തയിൽ വേണം എന്നുള്ളത്. അങ്ങനെ ചെമ്മീന്റെ ആ പടത്തിൽ അവസാനം ഒരു റോഡ് കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ആയിഷാത്താനോട് ഷൂട്ട് ചെയ്തു. ഷീലയുടെ വയറ്റാട്ടിയായിട്ട്, നമ്മുടെ നാട്ടിൽ വേലത്തിത്തള്ളെന്നൊക്കെ പറയില്ലേ, ആ രംഗം ആയിഷാത്ത ഇന്ന് ജീവിച്ചിരിക്കുന്ന 3 പേരെ എഴുതുന്നായി, മധുസാറും ആയിഷാത്തയും ഷീലയും. ഇനിയിപ്പോ 13-ാം തീയതി കുട്ടിക്കുപ്പായം എന്ന സിനിമയുടെ 60-ാം വാർഷികം കൊണ്ടാടുകയാണ്. ഞാൻ ആയിഷാത്തേൻ്റെതായി പോകും, അനുസ്മരണം പോയിട്ട് ആയിഷാത്തേൻ്റെതായി പോകും. മൗലികമായ ഒരു നിതാന്ത സംസ്കാരത്തിന്റെ തുറന്നു വെച്ച വാതിലുകൾ പൊടുന്നനെ അടഞ്ഞതുപോലെ ഒരവസ്ഥയാണ് തലശ്ശേരിക്കാർക്ക് ആബു സാഹിബിന്റെ വിയോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കും. നമുക്കൊക്കെ ഒരു വിയോഗം ഇല്ലേ? ചില വിയോഗങ്ങൾ വളരെയധികം ദുഃഖിക്കുന്നു. ഞാനിവിടെ വരും, ഇടയ്ക്ക് കീർക്കാൻ മരിക്കുന്നതിന്റെ മുന്നേ അവിടെ പോയിരുന്നു. തൊട്ട് മുന്നിൽ രാഘവമാഷം മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ പോയിരുന്നു. ഫസീലാത്തെ ഞങ്ങളൊരു സംഘമായിട്ട് ഞങ്ങൾ ഇവിടെയൊക്കെ വരുന്നു. പല ആളുകളും എടുത്തു. പിന്നെ എന്റെ സിനിമാ സുഹൃത്താണ് നമ്മുടെ ലിബർട്ടി ബഷീറും ഇവിടുത്തെ ഒരു പ്രോഡക്റ്റ് ആണ് അല്ലേ, തലശ്ശേരിയുടെ ഒരു പ്രോഡക്റ്റ് ആണ് ലിബർട്ടി ബഷീർ. ഞങ്ങളിപ്പോ നാളെ പോകാനിരുന്നായിരുന്നു, സമയം കിട്ടാത്തതുകൊണ്ട് പോയില്ല. ഇനി അടുത്ത വരവിന് ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചിട്ടില്ല, വിളിച്ചു കഴിഞ്ഞാൽ മോശം. അപ്പോ ഈ ആബു സാഹിബ് അദ്ദേഹത്തിന്റെ കുറച്ച് പാട്ടുകൾ എന്താണ് ആ വരികൾ. അതുപോലെ തന്നെ ആ പാട്ട് അബു സാഹിബിനാണ്. മക്കത്തെ രാജാത്തിയായി വാണിടും ഖദീജബി. അത് എന്താണാവോ ആ വരി. അതുപോലെ ഇന്നിപ്പോ പാട്ടൊക്കെ കേൾക്കുന്നവര് പാടുണ്ട് കേട്ടോ, മാപ്പിളപ്പാട്ട് രചിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. നിങ്ങളൊക്കെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്നെയാണോ പറയുന്നത് തോന്നൽ ചിലർക്ക് വരെ. കാരണം ഈ മാപ്പിളപ്പാട്ടിൽ കുറെ തത്വങ്ങളുണ്ട് അല്ലേ സാഹിബേ, ഒരുപാട് തത്വങ്ങളുണ്ട്. പിന്നെ അതായത് ഇപ്പൊ ഒരു പെണ്ണിന്റെ കണ്ണും മൂക്കും ചിത്രീകരിക്കാത്ത മാപ്പിളപ്പാട്ട്. ആയിഷ നീ അല്ല ആയിഷ നീ പാത്തുമ്മ എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ടാക്കുക. അത് ഇവരുണ്ട് മാപ്പിളപ്പാട്ട തത്വങ്ങളാണ്. പല്ലവി, അനുപല്ലവി, ഈശ്വൽപല്ലവി, കമ്പി, കഴുത്ത്, വാൽക്കമ്പി, കമ്പി, 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 കമ്പില്ല കമ്പി, ചിറ്റെഴുത്ത്, പിന്നെ ആദ്യാക്ഷരം, ദ്വയാക്ഷരം, അന്ത്യാക്ഷരം, പ്രാസം, ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് ഇതില്. ഇതൊക്കെ വെച്ച് പാട്ട് എഴുതാൻ ഇന്നിപ്പോ ചെറുപ്പക്കാരോട് എന്ത് ദ്വയാക്ഷരം, എന്ത് പ്രാസം എന്ന് ചോദിച്ചാൽ എന്ത് പ്രാസം ഒരു അങ്ങനെ മാപ്പിളപ്പാട്ടിനെ വികലമാക്കി മാപ്പില്ല പാട്ട് ഒരു അച്ഛനോടെ കൂട്ടി മാപ്പില്ല പാട്ട് ആക്കിയ ഒരു കാലഘട്ടമാണ്. ഞാന് അരീക്കോട് നിന്നാണ് മാപ്പിളപ്പാട്ടിനെയും ഫുട്ബോളിനെയും അതിയായി സ്നേഹിക്കുന്ന ഒരു നാട്ടിൽ നിന്ന് വരുന്നൊരു നായർകുട്ടി. ഈ നായർകുട്ടി എന്നുള്ള പ്രയോഗം വന്നപ്പോ ഒരു കാര്യം ഓർമ്മ വന്നു. ഫസീലാത്തക്ക് ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. ഫസീലാത്തനോട് പറഞ്ഞ് എനിക്കൊരു അവാർഡ് ഇതുവരെ സാറേ കിട്ടിയിട്ടില്ല. കാര്യപ്പെട്ടത്
ആയിക്കോട്ടെ, ഇതൊക്കെ കേൾക്കരുത്. അവര് നമ്മളെ ബാപ്പു ഉള്ളിപ്പറമ്പ് ഒരു പ്രസംഗം നടത്തി. ടി.കെ. ഹംസാക്കുണ്ട്. അങ്ങനെ നിരന്നിരിക്കുന്നു എല്ലാ കലാകാരും വയമടക്കുമ്പോൾ ഒരുപാട് ബാപ്പു ഉള്ളിപ്പറമ്പ്, പിന്നെ വയലുകാരെ കൊണ്ട് എല്ലാവരും നിരന്നിരിക്കുന്ന വേദിയിൽ ഇദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഹംസാക്കാനെ ചൂണ്ടിയിട്ട് വന്നു, നിങ്ങളൊക്കെ അവിടെ മന്ത്രിമാരായിരുന്നിട്ടില്ലേ, എന്നിട്ട് നിങ്ങൾക്ക് ഒരു അവാർഡ് കൊടുക്കാൻ പറ്റിയോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതിന് നാരൊട്ടി വേണ്ടിയൊന്നുമില്ലേ? ആ പ്രയോഗം എന്തൊരു വിഷമുണ്ടാക്കിയെന്നറിയോ. ഞാൻ കൊടുത്തു. ഞാൻ പിന്നെ ഇനിയിപ്പോ അടുത്ത അവാർഡ് ഞങ്ങളൊരു തണൽ എന്നൊരു സംഘടന ഉണ്ട്, സുഹൃത്ത് ഐഷാത്തൊക്കെ ഉണ്ടതിൽ. ആ എല്ലാ കൊല്ലവും ഓരോ കലാകാരന്മാർക്ക് അവാർഡ് കൊടുക്കും. അങ്ങനെ ഐഷാത്ത് ആദ്യത്തെ അവാർഡ് കൊടുത്തത് പിന്നെ നമ്മള് സിറ്റിസൺ മൂസാജിക്ക് കൊടുത്തു, അബ്ബാസ് ഇല്ലത്തിന് കൊടുത്തു. മൂന്നാമത്തെ അവാർഡാണ് ഞങ്ങള് പൈസ കൊടുത്തില്ല കേട്ടോ, അല്ലാണ്ട് വെറുതെ ഇപ്പൊ ഒരു പുതിയ പരിപാടി ഉണ്ട്, അവാർഡിന് കൊണ്ടുപോവാ. എനിക്കൊക്കെ കിട്ടിണ്ട്, വീട്ടിലെവിടെയും വെക്കാൻ സ്ഥലമല്ല. പിന്നെ എന്നൊരു ചാക്കിൽ കെട്ടി വെച്ചു. ഐഷാത്തന്റെ ഒക്കെ വീട്ടിൽ പറയണ്ട എത്രയാണെന്നുള്ളത്, ആർക്കൊക്കെ വരുമ്പോ എടുത്തു കൊടുക്കല, ഞങ്ങൾ കൊണ്ടുപോയി കൂടി പറഞ്ഞിട്ട്. ഇത് എന്നിട്ടൊരു പലകം തരും. ഒരു ഞാൻ കുറച്ച് കാണല്ലോ, ഒരു 100 രൂപ ഉണ്ട് ഒക്കെ പുറകിച്ച് ആ പരിപാടിയൊക്കെ ഉണ്ടാവും. അല്ല, ഞാൻ കാശ് കൊടുത്തിട്ട് ഇപ്പൊ കോഴിക്കോട് ഔക്കുബായി അറിയോ, ഉടനെ കരുത്തന്റെ കറുക്കുവാപ്പ എന്ന് പറഞ്ഞ ആ അനുസ്മരണത്തിലേക്ക് കടക്കുന്നില്ല. ഇനി വസന്തകുമാറിന്റെ പേര് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം. ഞാൻ വിയൻകുട്ടി മാസ്റ്ററുടെ വീട്ടിൽ രാത്രി ഇങ്ങനെ ഇരുന്ന് സുറച്ചിരിക്കും. ചിലപ്പോൾ ഐഷാത്തി ഉണ്ടാവും. അങ്ങനെ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ തലശ്ശേരി ഒരു പരിപാടി ഏറ്റു, തലശ്ശേരിയിൽ ഒരു ഗാനമേള ഏറ്റു. എനിക്ക് തൊണ്ടയ്ക്ക് തീരെ സുഖം ഉണ്ടായിരുന്നില്ല, പാടാൻ കഴിയാതെ. 1971 എൻ്റെ ഓർമ്മ, 71-72. അങ്ങനെ തലശ്ശേരി ഭാഗത്താണ്. അപ്പോൾ ഇവിടെ നല്ലൊരു ഗായകണ്ട്, എന്താണ്, തലശ്ശേരി മ്യൂസിക് ക്ലബിൽ പോയി അന്വേഷിച്ചാൽ ഇവിടെ കിട്ടും. മൂസ എരഞ്ഞോളി എന്നാ പേര്. എരഞ്ഞോളിക്കാരനാണ്, ഒരു മൂസ ഉണ്ട്, നന്നായി പാടും, നല്ല ചെറുപ്പമാണ്, നല്ല പാടും. അങ്ങനെ അദ്ദേഹം വന്നു, പലരോടും ചോദിച്ചു ഈ മൂസ എരഞ്ഞോളിയിൽ നിന്ന് കിട്ടുമെന്ന്. അവിടെ ടൗണിൽ അവിടെ ഉണ്ടാവും, ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവുന്നതാണ്. അവിടെ ചെന്നിട്ട് ഒരാൾ തലയിൽ ചുമടിയിട്ട് ഇങ്ങനെ പോകുന്നു. അദ്ദേഹത്തിനോട്, ഹലോ, ഈ മൂസ എരഞ്ഞോളിയിൽ നിന്ന് കിട്ടാൻ എന്താ മാർഗം? മൂസ നിങ്ങൾ പറഞ്ഞോളി. അല്ല, എനിക്ക് മൂസ എരഞ്ഞോളിനെ ഒന്ന് കാണണം, അദ്ദേഹത്തിനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ പറഞ്ഞോളി. ഞാൻ മൂസ എരഞ്ഞോളിനോടല്ല, ഞാൻ തന്നെയാണ് മൂസ എരഞ്ഞോളി. മൂസൊക്കെ പറഞ്ഞാണ്. എന്നിട്ട് ഞാൻ ഈ ചാക്കൊന്നാട് ആ പിക്കപ്പിൽ ഇട്ടിട്ട് ഇപ്പം വരട്ടോ പറഞ്ഞു. അവിടെ ഇട്ടിട്ട് 2 കുടത്തും പറഞ്ഞു, പോ നമുക്ക് എന്ന് പറഞ്ഞു. ആ പാട്ട് ഈ വിയൻകുട്ടി മാഷൻ മരണം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും പ്രഗത്ഭനായ ഒരു പാട്ടുകാരൻ. ഞാൻ വിയൻകുട്ടി മാഷൻ ഒരു വലിയ ഗായകനാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല കേട്ടോ, സോറി, എന്നോട് ക്ഷമിക്കണം. കാരണം അദ്ദേഹം മാപ്പിള കലാരംഗത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തിയിട്ടുള്ള, അതിന് എത്ര ജനകീയമാക്കിയ, ജനശ്രദ്ധ കൊണ്ടുവന്നതും വിയൻകുട്ടി മാഷാണെന്നുള്ള വിശ്വസിക്കുന്നു. പക്ഷെ നല്ലൊരു പാട്ടുകാരനാണ് എന്ന് പറഞ്ഞാൽ എനിക്ക്, പക്ഷെ പീർ നല്ലൊരു പാട്ടുകാരനായിരുന്നു, അല്ലേ? പീർക്ക് നല്ലൊരു പാട്ടുകാരനായിരുന്നു. പിന്നെ ഒരു ഓർത്ത് വെക്കാൻ പറ്റിയൊരു പാട്ടൊന്നും ഞാൻ പിന്നെ വിയൻകുട്ടി മാഷോട് പറയാറുണ്ട്, മാഷങ്ങളൊരു പാട്ടൊന്ന് ഓർത്ത് വെക്കാൻ പറ്റും. എനിക്കൊരു പാട്ടറിയാം, നമസ്കരിക്കും, നോമ്പ് പിടിക്കും, സുന്നത്തെടുക്കും, ദുആയിരക്കും, പുറത്തിറങ്ങിയാൽ പിന്നെ നുണ പറയും, സത്യം മാവേരന്റെ പച്ചമാംസം കൊത്തി വലിക്കും, നമസ്കരിക്കും, നോമ്പ് പിടിക്കും. ഇങ്ങനെ കുറച്ച് പാട്ടുകളല്ലാണ്ട് അല്ലേ? ഞാൻ വിയൻകുട്ടി മാഷൊന്നല്ല, ആര് ഗാനമേള നടത്തിയാലും അവിടെയൊക്കെ മുന്നിൽ പോയി നോക്കിയിരിക്കും ഞാൻ. അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്ക് അന്നേ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വസന്തകുമാർ ഏട്ടൻ്റെയൊക്കെ പാട്ടുകൾ കേൾക്കാൻ. ഏതായാലും ഇന്നിവിടെ ആദരിക്കുന്ന അവാർഡ് വന്നു. ഈ അവാർഡ് വാങ്ങുന്ന എല്ലാവരെയും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ നല്ല ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഒരുപാട് പറയണമെന്നുണ്ടായിരുന്നു. കാരണം അബു സാഹിബിനെ കുറിച്ച് ഇനി ഞാനിവിടെ പറഞ്ഞത് ഒരു വിരോധാഭാസമാക്കുന്നില്ല. കാരണം 1980 നഷ്ടമാണ് അബു സാഹിബിൻ്റെ നമുക്കുണ്ടായിട്ടുള്ളത്. 80 ഒരുപാട് വലിയ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഓർക്കുന്നുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും ഭാവിയിൽ എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന സഞ്ജയ് ഗാന്ധി മരിച്ചത് 80. പിന്നെ നമ്മുടെ മുഹമ്മദ് റഫി സാഹിബ് മരിക്കുന്നത് 80. നടൻ ജയൻ മരിക്കുന്നത് 80. ഉർവശി ശോഭ മരിക്കുന്നത് 80. ആബു സാഹിബ് മരിക്കുന്നത് 80. പിന്നെ എ വി കുഞ്ഞമ്പു പോലുള്ള ഒരുപാട് ആളുകൾ 80 നഷ്ടത്തിൽപ്പെട്ടതാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം ധന്യമാക്കട്ടെ. അദ്ദേഹത്തിൻ്റെ
ഖബറിടം ഒരു വലിയ പൂങ്കാവനമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. തലശ്ശേരിക്ക് ഞാൻ പ്രോഗ്രാമിനെ കുറിച്ചൊന്നും കാര്യമായിട്ട് അറിയില്ലായിരുന്നു. അപ്പം നോക്കുമ്പോൾ പിന്നെ ഞാൻ പ്രിയപ്പെട്ട ഉസ്മാക്കാനെ ഒന്ന് കോൺടാക്ട് ചെയ്തു. ഉസ്മാക്ക എനിക്ക് ആ പ്രോഗ്രാമിൽ നോട്ടീസ് അയച്ചു തന്നു. അപ്പം ഞാൻ അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഞാൻ വരേണ്ട ഒരാൾ തന്നെയാണ് തീരുമാനിച്ചു, ഉറപ്പായിട്ടും. അപ്പം ഞാൻ മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ഞാനൊക്കെ പാട്ടിന് അവസരം ചോദിച്ച് പോയ കാലഘട്ടത്തിൽ പിന്നെ വീൻകുട്ടി മാഷിന്റെ ട്രൂപ്പിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് പരിചയപ്പെട്ട വ്യക്തി നമ്മുടെ പ്രിയപ്പെട്ട വസന്തേട്ടനെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പം ഞാൻ ഉസ്മാക്കൾ നല്ലൊരു തീരുമാനമാണ് എടുത്തത്. കാരണം ഇതൊരു ഈ വസന്തേട്ടനെ റെസ്പെക്ട് ചെയ്യുക, അവരെ ആദരിക്കുക എന്നുള്ളൊരു വലിയൊരു പരിപാടി. ഇതൊരാരും അധികം ചെയ്യാത്തൊരു സംഭവമാണ്. ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പിച്ചതാണ് എന്തായാലും ആ ചടങ്ങിന് വരണമെന്ന്. നമ്മുടെ മോഹനേട്ടൻ ഒക്കെ ഇരിക്കുന്നു, നമ്മളെ സഹപ്രവർത്തകരൊക്കെ കുറേ പേരുണ്ട്. എൻ്റെ ജീവിതത്തിൽ തലശ്ശേരി എന്ന ഈ നഗരം, ഞാൻ എം എ ഗഫൂർ എന്ന് പറഞ്ഞ ഞാൻ ഒരു പാട്ടുകാരനായി നിങ്ങളറിയുന്ന ഒരാളായിട്ട് എത്തുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു നാടാണ് തലശ്ശേരി. തലശ്ശേരി എന്ന് പറഞ്ഞാൽ മൊത്തം നമ്മൾ വളരെ പ്രശസ്തമായ സംഗീത നഗരം നമ്മൾ കോഴിക്കോടായിട്ട് പറയാം. എന്നാലും അതുപോലെ സംഗീത പാരമ്പര്യമുള്ള എത്രയോ മഹാന്മാർ ജീവിച്ചു മരിച്ച ഒരു നാടാണ് ഈ തലശ്ശേരി. അതുപോലെ സർക്കസിന് ഏറ്റവും ഫേമസ് ആണ്. ബേക്കറി ഐറ്റംസ് വളരെ പ്രശസ്തമാണ് തലശ്ശേരി. അതുപോലെ ക്രിക്കറ്റിന്, ജിംനാസ്റ്റിക്, ഇതുപോലെ പിന്നെ ആയോധന കലകൾക്കൊക്കെ ഏറെ മുന്നിലാണ് തലശ്ശേരി. കളരി ഇതിലൊക്കെ ഉണ്ട്, അങ്ങനെ എല്ലാ മേഖലയിലുമുണ്ട്, രാഷ്ട്രീയത്തിലുമുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു നാട്ടിൽ ഞാനൊരു സംഗീതം പഠിക്കാനായിട്ടാണ് ഞാനിവിടെ ഈ തലശ്ശേരിയിൽ എത്തിയത്. അന്ന് മാപ്പിള പാട്ടിൻ്റെ ഒട്ടേറെ മാപ്പിളപ്പാട്ടുകൾക്ക് ജന്മം നൽകിയ നാടാണ് തലശ്ശേരി. നമ്മൾ ഇന്ന് പാടിക്കൊണ്ടിരിക്കുന്ന പല സൂപ്പർ ഹിറ്റ് പാട്ടുകളും ഉണ്ടായത് ഈ നാട്ടിൽ നിന്നാണ്. ഈ അടുത്ത് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നത്. അന്ന് ഞാൻ ഈ കാര്യം പറഞ്ഞു. കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. അതായത് നമ്മുടെ തലശ്ശേരി മാളിക്കൽ നമ്മളെ TC മുക്കുന്ന അവിടെ ഞങ്ങൾ തുടങ്ങി ഏകദേശം ഒരു 1.5 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് മാപ്പിളപ്പാട്ട്. എന്താ പറയുക, നമ്മൾ ഇന്ന് ജനപ്രിയ മാപ്പിളപ്പാട്ടുകൾ ജനിച്ചത് ഈ നാട്ടിലാണ്. ഈ ഒരു 1.5 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ്. നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആ ഒരു പിന്നെ ഇപ്പം അതിന് പുറത്ത് നമ്മൾ ധാരാളം ഗായകർ AV മുഹമ്മദ് സാഹിബ്, S.A. ജമീൽ സാഹിബ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഇന്നും ജനങ്ങൾ ഏറ്റുപാടുന്ന മാപ്പിളപ്പാട്ടുകൾ പിറന്നത് ഈ ഒരു 1.5 കിലോമീറ്ററിൻ്റെ ഇടയിലാണ്. കാരണം ഇവിടെ ആ പാട്ടുകൾ ഒട്ടേറെ ഹിറ്റ് പാട്ടുകൾ എഴുതിയിട്ടുള്ള അഡ്വക്കേറ്റ് OV അബ്ദുള്ള സാഹിബ്, പിന്നെ അദ്ദേഹം, അതുപോലെ തലശ്ശേരി മാളിയേക്കൽ ഫാമിലിയിൽ നിന്ന് എത്ര പാട്ടുകളാണ് അവിടെ പിറന്നു വീണത്. പിന്നെ ഒരു പഴയകാലത്ത് നമ്മൾ പീർ മുഹമ്മദ് സാഹിബ് പാടുന്ന ഒട്ടേറെ പാട്ടുകളൊക്കെ ഉണ്ടായത് മാളിയേക്കൽ തറവാട്ടിൽ നിന്ന്. അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ നമ്മളെ പ്രിയപ്പെട്ട MP ഉമ്മറുട്ടിക്കാൻ്റെ വീട്, നമ്മൾ ചെറുക്കര ഉമ്മറുട്ടിക്കാൻ്റെ ഇത്ര കുറച്ച് വളരെ അടുത്ത ദൂരമാണ്. ഉമ്മറുട്ടിക്കാൽ മകൻ ഫസ്റ്റിലൂടെ ഇരിക്കുന്നു, മക്കത്തെ രാജാത്തിയായും അതുപോലെ ആദം ഇദ്രീസൊടുന്നൂവ്, ഇങ്ങനെ ഒരു പിന്നെ അപ്പങ്ങളമ്പാട് ചുട്ടമായി തുടങ്ങിയിട്ട് ആ ഒരു ഹിറ്റ് പാട്ടുകൾ. അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ കുറച്ച് ചെറുക്കാരങ്ങൾ പോയി കഴിഞ്ഞാൽ ബീന കോട്ടേജ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ ആ അറിയപ്പെട്ട വീട്, ആ ബീന കോട്ടേജിൽ പിറന്ന വീട് നമ്മുടെ പ്രിയപ്പെട്ട SB പീർ മുഹമ്മദ്, നമ്മുടെ സ്വന്തം പീർക്ക. ആ പീർക്കായുടെ വീട്ടിൽ നിന്ന്, പീർക്കാൻ്റെ വീട് അവിടെയാണ്. അവിടുന്ന് കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമ്മൾ പാലം കഴിഞ്ഞാൽ പിന്നെ എരഞ്ഞോളിയുടെ നാട് ശരിക്കും അവിടെയാണ്. പിന്നീട് പിൽക്കാലത്ത് അദ്ദേഹം നമ്മൾ മട്ടാമ്പുറത്ത് താമസമാക്കി അവിടെ സെറ്റിലായെങ്കിലും അതുപോലെ ഈ നാട്ടിൽ നിന്ന് പിറന്നു വീണ ഒരാൾ പിന്നെ തലശ്ശേരി A. ഉമ്മർ സാഹിബ്, കുടുംബല്ല ചിരിയുള്ള പാട്ട് പാടിയിട്ടുള്ള
അങ്ങനെ തുടങ്ങി പിന്നെ ഒരു മാപ്പിളപ്പാട്ടിലെ ജനപ്രിയ പാട്ടുകൾ ജനങ്ങൾ ഏറ്റെടുത്ത പാട്ടുകളുടെ ചരിത്രമുറങ്ങുന്ന ഒരു അഭിമാന നഗരമാണ് ശരിക്കും ഈ തലശ്ശേരി. എന്താ സംശയം? നമ്മുടെ എം കുഞ്ഞുമുസക്കയുടെ നാട് ഇവിടെയായിരുന്നു അല്ലേ? കുഞ്ഞുമുസക്ക പിന്നീട് പിന്നെ വടകര പോയിട്ട് സെറ്റിലായെങ്കിലും കുഞ്ഞുമുസക്കയുടെ നാട് നമ്മുടെ താജുവിൻ്റെ ഉപ്പയുടെ എത്രയോ പാട്ടുകൾക്ക് ഹിറ്റ് പാട്ടുകൾ എഴുതിയിട്ടുള്ള ആളാണ്. അതുപോലെ ആബു സാഹിബിൻ്റെയും നാടാണ് തലശ്ശേരി. അപ്പം അതുപോലെ മറ്റൊരു അതിനിടയിൽ പറയാൻ വിട്ടു ഒരാളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആളെ നമ്മൾ വിട്ടുപോയി. പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ തലശ്ശേരി എ.ടി. ഉമർ സാഹിബ് കല്യാണം കഴിച്ചത് അവിടെ പിന്നെ കണ്ണൂർക്കാരനായിരുന്നെങ്കിലും തലശ്ശേരിയിൽ കല്യാണം കഴിച്ച ILT സ്കൂളിൻ്റെ അടുത്ത് ആണ് അതിൻ്റെ വീട്. അവിടെയാണ് എ.ടി. ഉമർക്കായുടെ വീട്. അപ്പോൾ എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എ.ടി. ഉമർക്കായുടെ ഒന്നിച്ചൊക്കെ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തലശ്ശേരി മെലഡി മേക്കേഴ്സ് എന്നൊരു ക്ലബ് ഉണ്ടായിരുന്നു. ആ ക്ലബിലൂടെയാണ് ഞാൻ അവിടെ അവസരം ചോദിച്ച് പോയ ഒരാളാണ്. അന്നത്തെ അങ്ങനെ ഉമ്മർക്കാൻ്റെ ട്രൂപ്പിൽ ഉമ്മർക്ക എൻ്റെ പാട്ട് ഇവിടെ പ്രണാം ഹോട്ടലുണ്ട്. ഇപ്പോൾ പ്രണാം ഹോട്ടലിൽ നിന്ന് ഞാനന്ന് പിന്നെ ഉമ്മർക്കാക്ക് ഒന്ന് രണ്ട് പാട്ടൊക്കെ പാടിക്കൊടുത്തു. നമുക്ക് വളരെ സന്തോഷമായി. അപ്പം അന്ന് തുടങ്ങിയൊരു ബന്ധമാണ്. അപ്പം ഞങ്ങൾ പിന്നെ ബ്രഹ്മാന്തരം പിന്നെ എ.ടി. ഉമർക്കൊക്കെ ഉള്ള വലിയ വേദി അന്ന് ഞങ്ങൾക്കൊരു സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു വേദിയാണ്. മുനീശ്വര കോവിലൊക്കെ ഉള്ള വലിയ വേദികൾ തലശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എന്തിനേറെ പറയുന്നത് ഞാൻ മാപ്പിളപ്പാട്ട് എങ്ങനെ പാടണം, അതിൻ്റെ സ്റ്റൈൽ എന്താണ് എന്ന് പഠിച്ച നഗരമാണ് ഈ തലശ്ശേരി. അപ്പം എൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗമാണ്. ഞാൻ ഇന്ന് പാടിക്കൊണ്ട പല പാട്ടിൻ്റെ സ്റ്റൈലൊക്കെ ഞാൻ ശരിക്കും പഠിച്ചത് ഇവിടുന്നാണ്. ഞാനൊരു ജന്മം കൊണ്ട് ഞാൻ മലപ്പുറം ജില്ലയിലെ എടവണ്ണ സ്വദേശിയാണ്. ഒരിക്കലും എൻ്റെ നാട്ടിൽ പിന്നെ പാട്ട് പഠിച്ചൊക്കെ എൻ്റെ നാട്ടിൽ നിന്നാലും ഒരിക്കലും ഞാൻ ഇതുപോലെ ഈ രംഗത്ത് എന്തെങ്കിലും ആവും എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം പിന്നീട് അതൊരു ഭാഗ്യവശാലാണ് ഇവിടെ എത്തിയത്. ഞാൻ തലശ്ശേരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക് എന്ന സ്ഥാപനത്തിൽ തലശ്ശേരി ബാലമാഷിൻ്റെ ശിഷ്യനായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെട്ടത്. ഇന്ന് ഒക്കെ പിന്നെ അതുമായി നമ്മളെ ബന്ധപ്പെട്ടുള്ള കുറേ ആളുകൾ ഇവിടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വലിയ സന്തോഷം. പിന്നെ ഈ യാത്രയിൽ മറ്റൊരു നമ്മളൊക്കെ വളരെ ആരാധനയോടുകൂടി കാണുന്ന പ്രിയപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞു ജീവിക്കുന്ന ഇതിഹാസം തന്നെയാണ് ആയിഷാത്തൻ്റെ ഒന്നിച്ച് പിന്നെ ഇതുപോലെ യാത്ര ചെയ്യാനുള്ള അവസരം അതൊരിക്കൽ മിസ് ചെയ്ത്. കാരണം പിന്നെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, നമ്മളെ KG സത്താർക്കയും ഞാനും പിന്നെ 10 ദിവസം ദുബായിലൊരു പ്രോഗ്രാമിൽ ചെന്നപ്പോൾ 10 ദിവസം ഞാനൊരു ജൂനിയർ ആയിരുന്നു അവിടെ. അപ്പോൾ അതിൻ്റെ സ്പോൺസർ പറഞ്ഞു ഏറ്റവും ജൂനിയറും ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആള് ഒരു റൂമിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെ പിന്നെ KG സത്താർക്കാനെയും എന്നെയും ഒരു റൂമിലാക്കി. അപ്പോൾ ആ സമയത്ത് ഞാൻ പുറത്തുനിന്ന് എവിടെയും പോയില്ല. കാരണം സത്താർക്കാൻ്റെ ജീവിതാനുഭവങ്ങൾ കുറേയേറെ കാര്യങ്ങൾ അദ്ദേഹം എനിക്ക് എന്തെല്ലാം കുറേ കാര്യങ്ങളാണ് അദ്ദേഹം എനിക്ക് പറഞ്ഞത്. കുറേ അനുഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്കതൊക്കെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടാണ്. അത്ര സീനിയേഴ്സിൻ്റെ കൂടെ ഉള്ള സഹവസിക്കാതെ നേരത്തെ പിന്നെ RK സാറ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആയിഷാത്തൻ്റെ കൂടെ കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കുറേയേറെ അവരുടെ അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള ധാരാളം അനുഭവങ്ങൾ അവരിൽ നിന്നൊക്കെ കിട്ടും എന്നുള്ളതാണ് ഇതിലൊക്കെ വലിയൊരു നേട്ടം. ഏതായാലും ഇവിടെ വസന്തേട്ടനെ ആദരിക്കുന്ന ഈ ചടങ്ങിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ട്. ഇത് ഞാൻ ആരുടെയും ഇനി മറ്റെല്ലാ സുഹൃത്തുക്കളും എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഓരോരുത്തരുടെ പേര് പറയാൻ മാത്രമുണ്ട്. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളും ഇഷ്ടക്കാരുമാണ്. ആരുടെയും പേര് എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകരോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം നേരത്തെ പലരും പറഞ്ഞ പോലെ ജീവിക്കുന്ന ഒരു ഇതിഹാസം, പലതവണ വായിച്ച, പലതവണ എഴുതിയ, ജീവിതം കൊണ്ട് ഒരു നാടകം അല്ലെങ്കിൽ നാടക നടി അല്ലെങ്കിൽ സിനിമ നടി എന്നതിലുപരി ജീവിതം കൊണ്ട് തന്നെ വലിയൊരു കർമ്മകാണ്ഡം തീർത്ത, അതായത് വലിയൊരു പ്രചോദനമായ, പലതവണ വായിച്ച, പലതവണ കേട്ട ശ്രീ നിലമ്പൂർ ആയിഷയോടൊപ്പം
ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും ഏറെ സന്തോഷം. ഉസ്മാൻ പി വടക്കുംപാടിൻ്റെ ക്ഷണപ്രകാരം ഞാൻ അന്ന് തന്നെ പറഞ്ഞു ഉസ്മാനിക്ക് വേണോ, കാരണം ഇപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ട് ചെറിയ തിരക്കേണ്ട വേഗമാണ്, ഞാനിത് എൻ്റെ സംസാരം കഴിഞ്ഞാൽ ഇറങ്ങും. അപ്പോൾ ഉസ്മാനിക്കയുടെ ക്ഷണപ്രകാരം ഇതിൽ പങ്കെടുക്കാൻ പറ്റിയത്. അപ്പോൾ പക്ഷേ പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് ഒരു മാപ്പിളപ്പാട്ട് ഗായകൻ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പോകുന്നത്. പക്ഷേ ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയത് ഒരു സ്വാതന്ത്ര്യ സമരസേനാനി, ഒരു അധ്യാപകൻ, ഒരു മാധ്യമപ്രവർത്തകൻ, എഴുത്തുകാരൻ, അങ്ങനെ നിരവധിയായ മേഖലകളിൽ തൻ്റേതായ കഴിവുകൾ തെളിയിച്ച ഒരു വ്യക്തിത്വം. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് അർഹതപ്പെട്ട അംഗീകാരം കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ 15 വർഷമായിട്ട് മാപ്പിള കലാകേന്ദ്രം നൽകുന്ന ഈ ആദരവ് തന്നെയാണ് അബു മാഷിന്റെ ഏറ്റവും വലിയ ആദരവ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജാഫർ ദാസ് ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ജാഫർ ദാസ് വസന്തനെ വിളിച്ച് ക്ഷീണിച്ചുപോയി. പിന്നെ വസന്തനെ പറ്റി ഞാനിവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ പരിചയപ്പെടുത്താൻ ഇപ്പോൾ ഞാൻ പറയുന്നതിന് കൂടുതലായിട്ട് ഇവരെല്ലാം പരിചയപ്പെടുത്തി കഴിഞ്ഞു. എങ്കിലും 4 പതിറ്റാണ്ടുകളിൽ ഏറെ ഈ കലാരംഗത്ത് ഗാനരംഗത്ത് പ്രവർത്തിച്ച വസന്തന് കൂടെ എനിക്കും ഒരുപാട് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഇപ്പോഴിവിടെ കൊടുക്കുന്ന അവാർഡ് നമ്മളിപ്പോ ഒരു 14ാമത്തെ 14ാമത്തെ അവാർഡാണ് 15ാമത്തെ അവാർഡാണ്. ഇത് നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു വസന്തന് എന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. പക്ഷെ ഇപ്പോ ഇവിടെ ആയതുകൊണ്ട് പ്രഗത്ഭരായ ഇപ്പൊ ആസ്ഥാനത്തെ കൂടെ ഇപ്പൊ ഇരിക്കാനും അത് ആ ഒരു സാഹസിൽ ഇത് കൊടുക്കാൻ കഴിഞ്ഞു. അപ്പൊ എനിക്ക് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. വസന്തനെ പറ്റി എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടുകാരനാണ്. വസന്തന്റെ പരിപാടി കാണാത്ത ആരും ഇവിടെ ഇല്ല, എല്ലാവർക്കും അറിയുന്ന ആളാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും പരിസര പ്രദേശങ്ങളിലും ജീവൻ രക്ഷാ പ്രവർത്തനത്തിനും മറ്റും മുൻപന്തിയിൽ പ്രവർത്തിക്കുന്ന മൻസൂർ മട്ടാമ്പർക്ക് പലരും പൊന്നാടി നൽകി അറിയിക്കുകയാണ്. അടുത്തത് രക്തദാനത്തിലൂടെ നമ്മുടെ നാട്ടിൽ വേണമെങ്കിൽ പറയാം. ഇതിനെ ബത്തൂത്ത ഇന്ന് മുഴപ്പിലങ്ങാട് ബീച്ചിൽ വന്നിരുന്നെങ്കിൽ ഞാനൊരു കുടിയ കറുത്ത മനുഷ്യനെ കണ്ടിരുന്നു. അദ്ദേഹം 100-ലധികം നാടകങ്ങൾ എഴുതിയിരുന്നു, അദ്ദേഹം കവിതകൾ എഴുതിയിരുന്നു, അങ്ങനെ എത്രയോ രചനകൾ നടത്തിയിരുന്ന ഒരാളെയാണ് വടക്കുപ്പുറത്ത് ഞാൻ കണ്ടത് എന്ന് ഇബ്നു ബത്തൂത്ത എഴുതുമായിരുന്നു. പക്ഷേ ഇബ്നു ബത്തൂത്തയുടെ ആ പേരിലുള്ള അവാർഡ് ഈ അടുത്തായിട്ട് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ മാപ്പിളകലാ കേന്ദ്രത്തിൻ്റെ സഹകാരി മാത്രമല്ല, ഉപദേശകനാണ്. ഞങ്ങളുടെ കൂടെ എപ്പോഴും എല്ലാ കാര്യത്തിനുമുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന്
നൽകുന്നു. ഇങ്ങനത്തെ സംഭാവനയ്ക്ക് മാപ്പിള കലാകേന്ദ്രം നൽകുന്ന അവാർഡ് കെ മുസ്തഫ അവർക്ക്. കലാകാരനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്. ഒരു സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ തലശ്ശേരി വെച്ചിട്ടായിരുന്നു അതിന്റെ ഷൂട്ടിംഗ്. ചിപ്പി എന്ന പ്രദീപ് ചൊക്ലിയുടെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ലൊക്കേഷൻ മാനേജറായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. അതുപോലെ ഐഷാദാന്റെ കൂടെ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചു. രണ്ടാം നാൾ അദ്ദേഹത്തിന്റെ ചേച്ചിയുടെ മോളാണ് സംവിധാനം സീനത്ത്. ഞങ്ങൾ കോമ്പിനേഷൻ അല്ല, അന്ന് വേറെ. അടിയന്തരാവസ്ഥ കാലത്ത് ഒരു സാമൂഹ്യ നാടകത്തിൽ ആയിഷയോടൊപ്പം അഭിനയിച്ച ഒരാളാണ് ഞാൻ. കണ്ണൂരിൽ വലിയ നിലയിൽ ഒരു പ്രൊഫഷണൽ നാടക സംഘം ഉണ്ടാവണം എന്ന് തീരുമാനിച്ച് സുന്ദരൻ കല്ലായിയുടെ പ്രവേഗം എന്ന പേരിലൊരു നാടകം എടുത്തു. അതിന് സംഗീതം നൽകിയത് നമ്മുടെ സിനിമാ സംഗീത സംവിധായകൻ ബാബുരാജായിരുന്നു. അതുപോലെ പല നിലകളിലുമുള്ള പ്രഗത്ഭരായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കണ്ണൂരിലെ കെ അബ്ദുൽ ഖാദർ കായ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന കെ അബ്ദുൽ ഖാദറുടെ നേതൃത്വത്തിലാണ് ആ നാടക സംഘം രൂപീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. 3ഓളം സ്റ്റേജുകൾ കഴിഞ്ഞ് പിന്നെ തെരഞ്ഞെടുപ്പ് വന്നു. അതോടുകൂടി ഇനി ഇലക്ഷൻ കഴിഞ്ഞാവാം നാടകം എന്ന് പറഞ്ഞ് അന്നത്തെ RSPയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന അബ്ദുൽ ഖാദർ പറഞ്ഞപ്പോൾ നാടകം നിർത്തിവെച്ചു. പിന്നെ അത് ആരംഭിക്കാൻ കഴിഞ്ഞില്ല. അതാണ് അതിന്റെ ചരിത്രം. അന്ന് എൻ്റെ അമ്മായിയായിട്ടാണ് ആയിഷ അഭിനയിച്ചത്. ഇപ്പോഴ് ഞാൻ അവരുടെ അമ്മാവനും അവര് മരുമകളുമാണ്. അങ്ങനെയാണ് ഇപ്പോഴുള്ള സ്ഥിതി. നാടകം കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും സ്വാധീനം ചെലുത്തിയിരുന്ന ആദ്യ നാളുകളിലാണ് നിലമ്പൂർ ആയിഷ, നിലമ്പൂർ ബാലൻ തുടങ്ങിയ ആളുകൾ നാടകവുമായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് എന്ന് നമ്മൾ ഓർമ്മിക്കണം. പ്രഭാതം ചുവന്ന തെരുവിൽ എന്നായിരുന്നു അന്നത്തെ അവരുടെ നാടകം. പ്രഭാതം ചുവന്ന തെരുവിൽ എന്ന നാടകം അവതരിപ്പിക്കുന്നത് 1950-ലോ 54-ലോ ഒക്കെയാണ്. ഇന്ന് ആ വിത്ത് മുളച്ച് വലിയ വൃക്ഷമായി പൂത്ത് കായ്ച്ചു നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നാടകവും ആയിഷയൊക്കെ ചെലുത്തിയിട്ടുള്ള സ്വാധീനം വളരെ വലുതാണ്. ആ നിലയിൽ ചില രാഷ്ട്രീയ നാടകങ്ങളൊക്കെ എഴുതി തുടങ്ങി.
പിന്നീട് കുറേ നാടകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ച് സാഹിത്യം നാടകവും ജീവിതമായി സ്വീകരിച്ച ഒരാളാണ് ഞാൻ. ആ നിലയിൽ ഇവിടെ നിന്ന് കിട്ടുന്ന, പ്രത്യേകിച്ചും ആയിഷയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഈ സമ്മാനത്തിന് വലിയ വിലയുണ്ട്. പ്രസംഗത്തിന്റെ സമയമല്ലാത്തതുകൊണ്ട് എല്ലാ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സാഹിത്യകാര, നല്ലവരായ നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ആശംസകൾ. എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു അവാർഡ് തരുവാൻ തീരുമാനിച്ച മാപ്പിളകല അക്കാദമിക്കും ഇതിൻ്റെ സംഘാടകർക്കും ഞാൻ ആദ്യമായി സ്വാഗതം അർപ്പിക്കുന്നു. ഞാൻ കലാരംഗത്ത് വന്നത് 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. ആദ്യമായിട്ട് പീർ മുഹമ്മദിൻ്റെ ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ പുൽമണി ഉണ്ടായിരുന്നു. അന്ന് നാട്ടുകാർക്കും എന്നോടൊരു പാട്ട് പാടാൻ പറഞ്ഞു. അങ്ങനെ അന്ന് പാടിയ പാട്ട് സീത എന്ന പടത്തിൽ പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പും പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ. അവിടുന്നാണ് ഞാൻ അങ്ങോട്ട് പിന്നെ എന്നെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ലേ. പിന്നെ ഓണം സാഹിബ് രചിച്ച ഒരു ഗാനം ഞാൻ തൽക്കാലം ഓർക്കസ്ട്ര ഒന്നുമില്ല എന്നാണ് ഞാൻ പാടുന്നത്. ഇത് സംഗീതം കൊടുത്തത് എനിക്ക് ആബുട്ടി സാറായിരുന്നു. പിന്നെ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ പ്രോജക്ട്സിലാണ് ആദ്യം വന്നത്. പിന്നെ ടെറിറ്ററി മ്യൂസിക്, പിന്നെ മെലഡി മ്യൂസിക്, പിന്നെ ബദറുദ്ദീൻ്റെ ഒരു ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ ഓർക്കസ്ട്ര പാടിയിരുന്നു. പിന്നെ മാപ്പിളപ്പാട്ടിൽ വിജയം കുട്ടി, മുസക്ക, പീർ മുഹമ്മദ്, ഇങ്ങനെ 76 ഗൾഫിൽ ഒന്നായിട്ട് മ്യൂസിക്കായിട്ട് ഏറ്റവും കൂടുതൽ ഒന്നായിട്ടാണ് പോയത്. അന്ന് പീർ മുഹമ്മദിൻ്റെ ഓർക്കസ്ട്ര ആയിരുന്നു ഒന്നായിട്ട്. ഇതാണ് ആ പാട്ട് പാടിയ മക്കത്തൂതിത്തൂതേ റസൂലുള്ള അദിയം തന്നൂതേ മഞ്ഞുഖത്തേടീതേ ഹബീബുള്ള അലത്തിൻ തന്നൂതേ മക്കത്തൂതിത്തൂതേ റസൂലുള്ള അദിയം തന്നൂതേ ഹബീബുള്ള അലത്തിൻ തന്നൂതേ ആമീന പെറ്റോളിലേ നബിയുള്ള അബ്ദുള്ള തന്തോളിലേ ആദരവിൻവടിലേ സഫിയുള്ള അഷ്റഫുൽ കൗബലിലേ ചന്ദിര സുന്ദരരേ നബിയുള്ള ചന്ദനീയന്നവരേ സത്യമുത്തവരേ റസൂലുള്ള കവിതേണ്ടവരേ നീയുന്നിവന്നോളിവേ നബിയുള്ള അഴമീനന്തവരേ നേരുന്നടത്തിയോരേ ഹബീബുള്ള നാണ്യം പെറ്റവരേ പാപങ്ങളറ്റവരേ റസൂലുള്ള പണം പെരുത്തവരേ പേരിനി കണ്ടവരേ നബിയുള്ള മുഹമ്മദരേ വാനത്തിലേറിയോരേ മെഹ്റാജിൽ ആനന്ദം കണ്ടവരേ വാനത്തിനപ്പുറത്തെ അരിവിൻ്റെ പൊന്നൽ കണ്ടവരേ ആകാശവാസികളാം നബിമാരെ അകത്തവരേ
ആദിയോനാദരിത്തേ നദിയരെ അകമാണിക്കുന്നോരേ ഓടുന്നിടാനില്ലേ ഉമാദേവൻ അനുസഹബാദിയും അല്ലാഹുവിന്റെ സലാത്തിനോടൊപ്പം മനസ്സലാകുന്നേ മക്കത്തോടിപ്പൂടിയുടെ റസൂലുള്ള അറിയാൻ തന്നോടേ. ആ കുട്ടിയാണ് അതിന് സംഗീതം നൽകിയത്. ാണെന്ന് തോന്നുന്നു നമ്മുടെ കായികത്തോടിലുള്ള കനക് റെസിഡൻസിയിൽ ഒ അബു സാഹിബിനെ കുറിച്ചൊരു അനുസ്മരണ സമ്മേളനം നടത്തിയിരുന്നു. അന്ന് ആ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നമ്മുടെ പ്രിയങ്കരനായ KP റഹീം മാസ്റ്ററായി. അന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയത് KP കുഞ്ഞുമൂസ സാഹിബായിരുന്നു. അന്ന് എൻ്റെ വലതുഭാഗത്ത് ഇരുന്നത് ഡോക്ടർ K മമ്മൂട്ടിയായിരുന്നു. ഈ 3 പേരും ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. പക്ഷെ അന്നുണ്ടായിരുന്ന എൻ്റെ ഓർമ്മയിലുള്ള സുബൈർക്കയും ഉസ്മാനും ഞാനുമൊക്കെ ഇന്നും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. ദൈവം ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ അന്നാണ് ശരിക്കും ഒ അബു സാഹിബിനെ കുറിച്ച് ഞാൻ അറിയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് 2011 1980 മരണപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ 2011 അന്ന് ഈ ഒ അബു സാഹിബിനെ മനസ്സിലാക്കിയത് മുതൽ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. അങ്ങനെയാണ് 2012 ജനുവരിയിൽ ഞാൻ പടയണി പത്രത്തിന്റെ ന്യൂസ് എഡിറ്ററായി ചാർജ് ഏറ്റെടുക്കുന്നു. പിന്നെ അതിൽ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ KP കുഞ്ഞുമൂസ സാഹിബും അതുപോലെ തന്നെ സുബൈർക്കയും ഉസ്മാൻ പടക്കുംപാടും ഒക്കെ ഒ അബു സാഹിബിനെ കുറിച്ച് പല ലേഖനങ്ങളും അയച്ചു തരാറുണ്ടായി. അതിൽ നിന്നും പലതും ഞാൻ ഒപ്പിയെടുക്കാറുണ്ടായിരുന്നു, പലതും മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ഉയർന്ന നിലയിൽ പ്രവർത്തിച്ച നമ്മുടെ ഒ അബു സാഹിബിനെ കുറിച്ച് വളരെ നന്നായി അറിയാവുന്ന, തലശ്ശേരിയിൽ ജീവിച്ച് തലശ്ശേരിയിൽ വളർന്ന് തലശ്ശേരിക്ക് അഭിമാനമായി വളർന്ന ഒ അബു സാഹിബിന്റെ പേരിൽ തലശ്ശേരിയിൽ ഒരു സ്മാരക മന്ദിരമില്ല എന്നത് വളരെ വളരെയേറെ രസത്തോടെ ദുഃഖത്തോടെ സ്മരിക്കേണ്ട ഒരു കാര്യമാണ്. ഏതായാലും കലാകേന്ദ്രത്തിന്റെ പേരിലെങ്കിലും ഒരു ചെറിയൊരു ഓഫീസ്, ഒന്നുമില്ലെങ്കിൽ ഒരു 10-15 പേർക്ക് വൈകുന്നേരം വന്നിരിക്കാനുള്ള ഒരു സൗകര്യമുള്ള ഒരു ഓഫീസെങ്കിലും തലശ്ശേരിയിൽ സ്ഥാപിക്കാൻ കലാകേന്ദ്രം മുന്നോട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വന്തമായിട്ട് കെട്ടിടം വേണമെന്നില്ല. ഒരു വാടക കെട്ടിട 2000 രൂപയ്ക്കും 3000 രൂപയ്ക്കൊക്കെ വാടക കൊടുത്താൽ കിട്ടുന്ന ഒരു ഓഫീസെങ്കിലും ഒ അബു സാഹിബിന്റെ പേരിൽ നിർമ്മിച്ച് അതിന് വൈകുന്നേര സായാഹ്നത്തിൽ അവിടെയൊക്കെ എല്ലാവരും ഒത്തുകൂടി ഒ അബു സാഹിബിനെ സ്മരിക്കാനും അതുപോലുള്ള പല കാര്യങ്ങൾ അവിടെ വെച്ച് നിറവേറ്റാൻ ഞങ്ങൾക്ക് സാധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. ഏതായാലും അടുത്ത 2025 ഒ അബു സ്മാരക അനുസ്മരണ സമ്മേളനം നടത്തുമ്പോൾ അത് ഒ അബു സാഹിബിന്റെ പേരിലുള്ള ഒരു ഓഫീസിലായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനം ഇന്ന് മുതൽ തുടങ്ങണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. കാരണം അത്രയ്ക്കൊരു തലശ്ശേരിയിൽ ജീവിച്ച് വളർന്ന ഒരു നല്ലൊരു കഴിവുള്ള ഒരു മനുഷ്യനെ നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നത് ശരിയല്ല എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ പല കഴിവുള്ളവരാണ്, പലവിധ കഴിവുള്ളവരാണ്. ഒന്നും കഴിവില്ലാത്തവരുണ്ടാവും. പക്ഷേ എനിക്കുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവില്ല, നിങ്ങൾക്കുള്ള കഴിവ് എനിക്കുണ്ടാവില്ല. ഒരേ ജോലിയിൽ ചെയ്യുന്ന ഒരാൾക്ക് തന്നെ എല്ലാ കഴിവുകളും ഒരുപോലെ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. വ്യത്യസ്ത കഴിവുകളായിരിക്കും. അതാണ് ഓരോരുത്തരെയും ഞങ്ങൾ തിരഞ്ഞുപിടിച്ചുകൊണ്ട് കഴിവുള്ളവരെ ഞങ്ങൾ ആദരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സുഹൃത്ത് വസന്തകുമാറിനെ ഇവിടെ ആദരിച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് വേണ്ടത്. നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അനുസ്മരണ സമ്മേളനവും അനുശോചന യോഗവും പിന്നെ എന്താ പറയാ സർവകക്ഷി അനുശോചന യോഗം വിളിച്ചിട്ട് സംസാരിച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ ഇരുത്തിക്കൊണ്ട് അവരെ കുറിച്ച് 10 പേര് നല്ല വാക്ക് പറയുകയാണെങ്കിൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും
സൂക്ഷിക്കപ്പെടുന്ന ഒരു കർമ്മമെന്ന് മാത്രം. ഏതായാലും എം വസന്തകുമാർ അതിന്റെ ഭാഗ്യവനാണ്. ഞാൻ ഒരുപാട് ആദരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എനിക്ക് മുമ്പ് പ്രസംഗിച്ച നമ്മുടെ അദ്ദേഹം പോയി പേര് വിട്ടുപോയി, അല്ല ഇവിടെ ഉണ്ട്, അദ്ദേഹം പറഞ്ഞിരുന്നു ഒരുപാട് ഉപഹാരങ്ങൾ എന്റെ വീട്ടിലുണ്ടെന്ന്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു, ദയവ് ചെയ്ത് എന്നെ ആരും ഈ ഉപഹാരങ്ങൾ തന്ന് ആദരിക്കരുതെന്ന്. കാരണം അത്ര കണ്ട് ഉപഹാരങ്ങൾ എന്റെ വീട്ടിൽ കിടക്കുകയാണ്. ആ ഉപഹാരങ്ങൾ വെക്കാൻ ഇപ്പോൾ സ്ഥലമില്ലാത്തൊരവസ്ഥയായി മാറിയിരിക്കുന്നു. അവിടെ ഉപഹാരം കൊടുക്കുന്നതിന് പകരം കുറച്ച് പൈസ കൊടുത്തെങ്കിൽ അതിന് ഉപകാരപ്പെടുത്തുമായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിനും ഇങ്ങനെ ഒരു നല്ലൊരു ആദര ചടങ്ങ് പ്രത്യേകിച്ച് നമ്മൾ ആസ്ഥാനയിൽ എത്തിക്കൊണ്ടുള്ള ഈ ഒരു ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഏതായാലും ഈ ധന്യമായ മുഹൂർത്തം ഒരു ഓർമ്മ കുറിപ്പായി മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പരക്കപ്പാടിലാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത്. അടുത്തതായിട്ട് ആശംസയ്ക്കായി പുതുതായി ലയൺസ് പ്രസിഡന്റ് ആയിരിക്കുന്ന മുരളി അവർ. സദസ്സിലും ഇരിക്കുന്ന മഹത് വ്യക്തികളെ, വ്യക്തിത്വങ്ങളെ, ഏറെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നാം നിൽക്കുന്നത്. കാരണം ഇന്ന് ഈ ഒരു ചടങ്ങ് വളരെയധികം ഈ കാലഘട്ടത്തിൽ എത്രത്തോളം ആണ് ഇതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അത്രയധികം മഹത്തരമായ ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടന്നത്. അതിന് ആദ്യമായി ഈ മാപ്പിള കലാ അക്കാദമിക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ തലശ്ശേരി ഡാൻസ് ക്ലബ് ഗോൾഡൻ സ്റ്റാറിന്റെ പേരിൽ അർപ്പിക്കട്ടെ. ഇന്നത്തെ ഈ ചടങ്ങിന്റെ പ്രത്യേകതയെ കുറിച്ചും ഒക്കെ തന്നെ വളരെ വ്യക്തമായും സ്പഷ്ടമായും സുദീർഘമായ രീതിയിൽ, ആസ്വാദ്യകരമായ രീതിയിൽ നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിന്റെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ നിലമ്പൂർ ആയിഷത്താത്ത പറഞ്ഞു കഴിഞ്ഞു. അവരുടെ ഓരോ വാക്കുകളും ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരും ഓർക്കേണ്ടതാണ്. കാരണം പ്രത്യേകിച്ച് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ ഇവിടെ മനുഷ്യത്വം, സ്നേഹം വളർത്താൻ സാധിക്കുമെന്നൊരു വലിയ സന്ദേശം ആണ് ആ വാക്കുകളിൽ. ഞാൻ ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് ഈ ഒരു ചടങ്ങിൽ ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുള്ള ശ്രീ വസന്തന് ലയൺസ് ക്ലബ് തലശ്ശേരി ഗോൾഡൻ സ്റ്റാറിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ, ആശംസകൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ചടങ്ങിൽ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുള്ള ശ്രീ മൻസൂർ, പേര് ശരിക്കും ഓർക്കുന്നില്ല, മൻസൂർ അല്ലെ, മൻസൂർ മട്ടാമ്പുറം. അതുപോലെ തന്നെ രക്തദാനം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമാണ്. രക്തദാനം എന്ന മഹാദൗത്യം, രക്തദാനം എന്ന മഹാദൗത്യം അത് വളരെ കൂടുതലായി നൽകിയിട്ടുള്ള ശ്രീ ഇന്നത്തെ അവാർഡിന് അർഹനായിട്ടുള്ള ശ്രീ ലത്തീഫ്. അതുപോലെ തന്നെ ഇന്നിവിടെ ആദരവ് ഏറ്റുവാങ്ങിയ എല്ലാവരുടെയും പേര് ഓർക്കാൻ പറ്റിയില്ല പെട്ടെന്ന്. നമ്മുടെ ബഹുമാന്യ ഏറെ പ്രിയങ്കരനായ ശ്രീ TKD മുഴപ്പിലങ്ങൾ, അതുപോലെ ശ്രീ മുസ്തഫ തുടങ്ങി എല്ലാവർക്കും ലയൺസ് ക്ലബ് തലശ്ശേരി ഗോൾഡൻ സ്റ്റാറിന്റെ അഭിനന്ദനങ്ങളും ആശംസയും അറിയിച്ചുകൊണ്ട് ഇനിയും മാപ്പിള കലാ അക്കാദമിക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ തലശ്ശേരിക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ അക്കാദമിയുടെ ചുക്കാൻ പിടിക്കുന്ന ഏറെ പ്രിയങ്കരനായ, കാരണം ഈ വൈകിയ വേളയിൽ ഒരുപാട് വാക്കുകൾ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നത് ഉചിതമല്ല എന്നുകൊണ്ടാണ് പെട്ടെന്ന്
ചുരുക്കി പറയുന്നത്. കാരണം ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് സദസ്സിലും വീട്ടിലൊക്കെ ആയിട്ട് ഒരുപാട് പ്രിയങ്കരായ ആളുണ്ട്, ബക്കർക്കുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ എല്ലാവരും പേര് എടുത്തു പറയുന്നില്ല. എന്തായാലും ഈ അക്കാദമിക്ക് ഉസ്മാനിക്ക പോലെയുള്ള ആളുകൾ, കാരണം ഉസ്മാനിക്ക ഇപ്പൊ തലശ്ശേരിക്കാർക്ക് വളരെ അപൂർവമായിട്ട് കിട്ടുന്നുള്ളൂ. കാരണം മറ്റെപ്പോഴും ഉസ്മാനിക്ക വെളിപ്പാട് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം മിക്കവാറും ഉസ്മാനിക്ക കൂടുതലായിട്ടും മഹാരാഷ്ട്രയിലൊക്കെയാണ്. അതുപോലെ എന്റെ സുഹൃത്ത് ജാഫറുണ്ട്. അങ്ങനെ എല്ലാവരും ഒരിക്കൽ കൂടി അഭിനന്ദനവും ആശംസയും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. തലശ്ശേരിയുടെ ബഹുമുഖ പ്രതിഭയായിരുന്നു ബാബു സാഹിബ്. അദ്ദേഹത്തിന്റെ വീട് എൻ്റെ വീട്ടിൽ നിന്ന് ഏതാനും മീറ്റർ അകലെയായിരുന്നു. കാസർഗോഡുള്ള MC കമറുദ്ദീൻ ഒരു തവണ അനുസ്മരണ സമ്മേളനത്തിന് വന്നപ്പോഴാണ് ഉളിയിലെ കണ്ണിയിലാണ് ബാബു സാഹിബ് എന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം കല്യാണം കഴിച്ചത് എൻ്റെ വലിയ കാരണവർ കല്യാണം കഴിച്ച തറവാട്ടിലായിരുന്നു. ബാബു സാഹിബിനെ അറിയുന്നത് ഓവിയത്തുള്ള അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് ഗാനരചന നടത്തുന്ന ഒരു സംഭവമുണ്ട് എന്ന് പറഞ്ഞു. പ്രിയ സത്യങ്ങളായതുകൊണ്ട് ഞാൻ കൂടുതലും പറയുന്നില്ല. അതുപോലെ തന്നെ ബാബു സാഹിബിനെ നെറ്റിലേറ്റിയ ഒരു പ്രസ്ഥാനത്തെ സംഘടനയുടെ പ്രവർത്തകൻ എന്ന നിലയിലാണ് ഞാൻ ഈ പരിപാടിക്ക് ആശംസ നേരുന്നത്. തലശ്ശേരി മുസ്ലിം അസോസിയേഷൻ ഒരു പക്ഷേ അബു സാഹിബിന്റെ പേരിലുള്ള പുസ്തകങ്ങളും മറ്റുമൊക്കെ അതിൻ്റെ ആളുകൾക്ക് അബു സാഹിബുമായി അഭേദ്യമായ ബന്ധമുണ്ട്. AP സുബൈർ അടക്കമുള്ള AP അഹമ്മദ് ഇവരൊക്കെയാണ് അബു സാഹിബിനെ കണ്ടത്. മുന്നിലേക്ക് മണമില്ല എന്ന് പറഞ്ഞതുപോലെ അബു സാഹിബിനെ തലശ്ശേരിക്കാർക്ക് വേണ്ടത്ര രീതിയിൽ പരിചയപ്പെടുത്താൻ ഈ മാപ്പിള കലാകേന്ദ്രം ഒരു നല്ലൊരു ക്ലാസ് തന്നെ നടത്തണം. ഒരു അക്കാദമിക് ലെവലിലുള്ള അദ്ദേഹം ആരായിരുന്നു എന്നുള്ളത് ഈ ചെറിയ സമയത്ത് ഒന്നും തന്നെ പറയാനോ കേൾക്കാനോ കഴിയില്ല. പഠിക്കാൻ വേണ്ടി ആളുകൾ ഉണ്ടാവും. അദ്ദേഹത്തെ പഠിക്കണം. കാരണം തലശ്ശേരിയിൽ ഒരുപാട് ആളുകളുടെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു മുനിസിപ്പാലിറ്റിയുടെ പരിപാടികളിലൊക്കെ. അതിൽ പോലും ഇടം കിട്ടാത്ത ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ബാബു സാഹിബ് എന്ന കാര്യം ആർക്കും അറിയില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ എനിക്ക് തോന്നിട്ട് നന്ദി പ്രകാശിപ്പിക്കാനാണ്. ഞാൻ അബുമാഷ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ കലാരംഗത്ത് വന്നില്ല, പക്ഷെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയില്ല. 2016 എനിക്കും കിട്ടിയ ഒരു അവാർഡ് ബാബു സാഹിബിന്. അന്ന് എന്നെ ആദ്യമായിട്ട് രാവിലെ തന്നെ വിളിച്ച് അഭിനന്ദിച്ചത് അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ഇവിടെ ശ്രീധരനാണ്, ശ്രീധരൻ. അത് മാഷൊക്കെയാണെന്ന് എൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് പിന്നെ ഓമാഷപ്പറ്റി പലതും പലയാളും പറഞ്ഞപ്പോ ഓമാഷ് കൊണ്ട് പറഞ്ഞ് മൂപ്പറ മകളെ ഭർത്താവിനോട് ഒരു കാര്യം പറഞ്ഞത്. പണ്ട് LPM മുറുട്ടിക്ക പാട്ട് എഴുതാന് ഓമാഷ എടുക്കാൻ പോയി. അപ്പോൾ പാട്ട് എഴുതി കൊടുത്തു. അപ്പോൾ മൂപ്പര് ആരെടുക്കുന്ന ഒരാൾ പൈസ ഒന്നും വാങ്ങിക്കില്ല. അങ്ങനെ പൈസ അവിടെ വെച്ചിട്ട് മൂപ്പര് പോയി. അപ്പോൾ മൂപ്പറ മകളെ ഭർത്താവിനോട് പറഞ്ഞൊരു ഇപ്പൊ ഉമ്മറുട്ടി എന്ന് പറഞ്ഞ ഒരാളുടെ തടിച്ച് ചുരുള മുടിയിലേക്ക് ഇപ്പം അങ്ങോട്ട് പോയിട്ട് ഓനെ പോയിട്ട് പോയി വിളിച്ചിട്ട് പോകണം. ആ വിളിച്ചു വന്നിട്ട് പറഞ്ഞൊരു ഈ പൈസ എഴുതിപ്പോ അല്ലെങ്കിൽ ഞാൻ പാട്ടി കൊണ്ടാണ്. അപ്പൊ ഒന്നിനും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പം ഇവിടെ ഇവരെ അസർസ്ഥാൻ പറഞ്ഞ മാതിരി എന്താ വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ഒരു റോഡ് പോലും ബാബു സാഹിബിന്റെ പേരില്ല. ഇത് എന്താ വെച്ചാൽ നമ്മളിവിടെ എല്ലാ കലാകാരനും നമ്മൾ എല്ലുവിൽ മൂസക്ക മരണപ്പെട്ടിട്ട് ഇപ്പം 5-6 വർഷമായില്ല. ഞാൻ തന്നെ മുനിസിപ്പാലിറ്റി കുറെ പ്രാവശ്യം പോയി പറഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും ഒരു റോഡിന്റെ പേരൊക്കെ മൂസക്കാരുടെ പേര് വെക്കുക. ഇതുവരെ ആരും വെച്ചിട്ടൊന്നുമില്ല. അപ്പോ ഈ ബാബു സാഹിബിനെ ഇപ്പൊ എന്നും ഓർമ്മിക്കുന്നത് ഈ മാപ്പിള കലാകാരന്മാരാണ്. അതില് നമ്മുടെ ഉസ്മാൻ വടക്കുംപാട്, സുഹൈർ മാഷ് ഇവരൊക്കെയാണ് ഇതില് എല്ലാ വർഷവും ഇങ്ങനെ ഒന്ന് കൊണ്ടാടുന്നതുകൊണ്ട് മാഷ ഇപ്പോഴത്തെ അടുത്ത ഇനി വരുന്ന തലമുറകൾക്കൊന്നും മാഷ ആയിരിക്കും ഓർമ്മ ഉണ്ടാവില്ല. കാരണം ഇപ്പം ഇവര് ശേഷം ഇവര് ഇല്ല സമയത്ത് വരെ ഇങ്ങനെ ഓർമ്മ മാഷ എല്ലാവരും അനുസരിക്കും. അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നോക്കും. ഈ പരിപാടി പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എന്നെ ഇതിന് ക്ഷണിച്ച ഇതിന്റെ മാപ്പിള കലാകാരത്തിന്റെ സംഘാടകരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്
കൂടുതൽ നിർമ്മിക്കാനായി നിർത്തുന്നു ചെയ്യുന്നു. ഒന്നിങ്ങോട്ട് നോക്കേ. Okay.